വികൃതി രാമൻ പി നരേന്ദ്രനാഥ്. നന്നേ ചെറുപ്പത്തിലാണ് വികൃതി രാമൻ മനക്കിലെത്തിയത്. അച്ഛൻ നമ്പൂതിരിയുടെ തോട്ടത്തിൽ ഒരു മരക്കൊമ്പിൽ അവനും അമ്മയും ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മനക്കിലെ പണിക്കാര് തോട്ടത്തിലേക്ക് വന്നത്. വന്നപാടെ അവരിലൊരുവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതാ കൊരങ്ങൻ കൊരങ്ങൻ. അമ്മ അവനെ മുറുക്കി പിടിച്ചു. അവൻ അമ്മയുടെ വയറിനോട് ഒട്ടിയിരുന്നു. അമ്മ അടുത്ത മരക്കൊമ്പിലേക്ക് അവനെയും കൊണ്ട് ചാടി. ടേ! പെട്ടെന്നാണ് ഒരു കല്ല് അമ്മയുടെ ദേഹത്ത് വന്ന് വീണത്. കൈവിട്ടു. അമ്മയ്ക്ക് വല്ലാതെ വേദനിച്ചു കാണും. അവൻ മരക്കൊമ്പിൽ നിന്ന് താഴെ വീണു. കരഞ്ഞു, ദീനനായി കരഞ്ഞു. പക്ഷേ ഫലമുണ്ടായില്ല. അവർ അമ്മയെ ആട്ടി ഓടിച്ചു. പാവം അമ്മ. അവൻ ഇടയ്ക്കിടെ പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് അമ്മ മരക്കൂട്ടങ്ങൾക്കുള്ളിൽ മറഞ്ഞു. പിന്നീട് അവൻ അമ്മയെ കണ്ടിട്ടേയില്ല. പണിക്കാർ അവനെയും എടുത്ത് മനക്കിലേക്ക് മടങ്ങി. അച്ഛൻ നമ്പൂതിരിക്ക് ബഹു സന്തോഷമായി. കാണാൻ നല്ല ചന്തമുള്ള കുരങ്ങൻകുട്ടി. നമുക്കിതിനെ വളർത്തണം. വാസുവിനും നീലാണ്ടനും കളിക്കാൻ കൂട്ടായില്ലോ. അച്ഛൻ നമ്പൂതിരിയാണത് പറഞ്ഞത്. അവന്റെ കഴുത്തിൽ മിനുസമുള്ള ഒരു ചരട് കെട്ടി. കയ്യാലയിൽ ഒരു ഭാഗത്ത് ഒരു കുറ്റി തറച്ച് അവനെ കെട്ടിയിട്ടു. കുരങ്ങനെ വളർത്തുന്നത് സ്ത്രീയല്ലെന്ന് ചിലർ അച്ഛൻ നമ്പൂതിരിയെ ഉപദേശിച്ചുവത്രേ. എങ്കിലും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. ക്രമേണ പുതിയ പരിസരവുമായി അവൻ ഇണങ്ങി. അവൻ അച്ഛൻ നമ്പൂതിരി പേരിട്ടു രാമൻ. പിന്നീടാണ് അത് വികൃതി രാമൻ എന്നായി മാറിയത്. കാരണമുണ്ടായിരുന്നു. രാമൻ മഹാവികൃതിയാണ്. എപ്പോഴും എന്തെങ്കിലും കുസൃതികൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇല്ലത്തെ ഉണ്ണികളായ വാസുദേവനെയും നീലാണ്ടനെയും മാന്തി കരയിപ്പിക്കും. ഒരിക്കൽ അച്ഛൻ നമ്പൂതിരിയുടെ കുടുമ രാമൻ പിടിച്ചു വലിച്ചു. ഇല്ലത്തെ കാര്യസ്ഥൻ ഗോവിന്ദന്റെ മുണ്ടിനകത്ത് ഒരു ദിവസം രാമൻ കടന്നുകൂടി. കെട്ടിയിട്ടാൽ കയറൊക്കെ അവൻ എങ്ങനെയെങ്കിലും കടിച്ചു മുറിക്കും. അടുക്കളയിൽ പപ്പടം കാച്ചുന്ന വാസന കേട്ടാൽ രാമന് സഹിക്കില്ല. ആരും കാണാതെ അവൻ അടുക്കളയിലെത്തും. സൂത്രത്തിൽ ഒന്നെടുത്ത് പുറത്തേക്കോടും. പപ്പടം കാച്ചിക്കൊണ്ട് നിൽക്കുന്ന ഉണ്ണികളുടെ അമ്മ പെട്ടെന്നത് കാണും. അശ്രീകരം, ഒക്കെ അശുദ്ധമാക്കി അവർ ഉറക്കെ പറയും. വിവരം അച്ഛൻ നമ്പൂതിരിയുടെ കാതിലെത്തും. വടിയുമെടുത്ത് രാമന്റെ പിന്നാലെ അച്ഛൻ നമ്പൂതിരി ഓടിച്ചെല്ലാറുണ്ട്. രാമനെ പിടികിട്ടുമോ? അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. കുറെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അച്ഛൻ നമ്പൂതിരിയുടെ ദേഷ്യമൊക്കെ മാറിക്കാണും. വികൃതി, പടുവികൃതി, അദ്ദേഹം ശാസിക്കും. അങ്ങനെ രാമന് സ്ഥിരം പേര് വീണു, വികൃതി രാമൻ. വികൃതി രാമന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. ഇല്ലത്തവന് പരമസുഖമാണ്. പാല്, പഴം, നെയ്യ് കൂട്ടിക്കുഴച്ച ചോറ്, ആകപ്പാടെ ബഹുസുഖം. അവൻ തടിച്ചു കൊഴുത്തു. കൈയിനും കാലിനും നല്ല ശക്തി. ഉണ്ണി നമ്പൂതിരിമാർക്ക് അവനെ വലിയ പേടിയാണ്. അവനെ ദ്രോഹിച്ചാൽ അവൻ പകരം വീട്ടും. ഒരിക്കൽ വികൃതി രാമൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒന്ന് മയങ്ങുകയായിരുന്നു. വാസുവും നീലാണ്ടനും പതുക്കെ അവന്റെ അടുത്ത് ചെന്നു. അവന്റെ തലമണ്ടയ്ക്ക് ഓരോ കിഴുക്ക് കൊടുത്ത് അവരോടി. വികൃതി രാമന് വല്ലാതെ വേദനിച്ചു. എങ്കിലും അവൻ മിണ്ടാതെ കിടന്നു. പിറ്റേ ദിവസം വികൃതി രാമൻ പ്രകാശത്തിന് മുമ്പ് എഴുന്നേറ്റു. ഉണ്ണികൾ കിടക്കുന്ന മുറിയിലേക്ക് ശബ്ദമുണ്ടാക്കാതെ ചെന്നു. കയ്യിൽ ഒരു ചെറിയ ഈർക്കിലി തുമ്പുണ്ട്. ഉണ്ണികൾ സുഖമായി ഉറങ്ങുകയായിരുന്നു. ഈർക്കിലി തുമ്പുകൊണ്ട് അവരുടെ മൂക്കിനകത്ത് ഓരോ കുത്തുകുത്തി. പെട്ടെന്ന് ഞെട്ടി നിലവിളിച്ചുകൊണ്ട് അവർ പിടഞ്ഞെഴുന്നേറ്റു. വികൃതി രാമൻ മുറി വിട്ടിരുന്നു. മുതിർന്നു വരുന്തോറും വികൃതി രാമന്റെ വികൃതിത്തരങ്ങൾ കുറെ കൂടിക്കൂടി വന്നതേയുള്ളൂ. ക്രമേണ അവൻ എല്ലാവരും വെറുക്കാൻ തുടങ്ങി. അച്ഛൻ നമ്പൂതിരി മാത്രം ഇടയ്ക്കിടെ അവന്റെ അരികെ ചെന്ന് സ്നേഹത്തോടെ പറയും, ഇനി വികൃതി കാട്ടരുത് കേട്ടോ രാമ. അച്ഛൻ നമ്പൂതിരിക്കും വികൃതി രാമൻ ഒരു ശല്യമായി തോന്നി തുടങ്ങി. അവന്റെ വികൃതിത്തരങ്ങൾക്ക് ഒരു ശമനവുമില്ല. എന്തു ചെയ്യും? വികൃതി രാമനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാൻ നല്ലത്. ഉണ്ണികളുടെ അമ്മ അച്ഛൻ നമ്പൂതിരിയോട് അഭിപ്രായപ്പെട്ടു. പക്ഷേ വികൃതി രാമനെ ആർ കൊണ്ടുപോകും? ഇല്ലത്തിടയ്ക്കിടയ്ക്ക് ഒരു മൂപ്പൻ വരാറുണ്ട്. മൂപ്പന് വികൃതി രാമനെ ബഹു ഇഷ്ടമാണ്. ഇനി മൂപ്പൻ വരുമ്പോൾ ചോദിക്കാം. അച്ഛൻ നമ്പൂതിരി ഉള്ളിലുറച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മൂപ്പൻ വന്നു. വികൃതി രാമനെ വേണോ എന്ന് അച്ഛൻ നമ്പൂതിരി ചോദിക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ. മൂപ്പൻ സമ്മതിച്ചു. ഓ, കാണേണ്ടതായിരുന്നു മൂപ്പന്റെ ഒരു സന്തോഷം. വികൃതി രാമന്റെ കഴുത്തിൽ കയറിട്ടു. അരയ്ക്ക് ചുറ്റും മറ്റൊരു കയറും. രണ്ടും കൂടി കൂട്ടിക്കെട്ടി. ഊരിപ്പോകാതിരിക്കാനാണത്രേ ആ വിദ്യ. വികൃതി രാമൻ ഒന്നും മനസ്സിലാവാതെ മിഴിച്ചു നിന്നു. അച്ഛൻ നമ്പൂതിരി കയറിന്റെ തുണ്ട് മൂപ്പന്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴേ വികൃതി രാമന് കാര്യം മനസ്സിലായുള്ളൂ. അവൻ കയർ കടിച്ചു മുറിക്കാൻ ശ്രമിച്ചു. ഫലിച്ചില്ല. പെട്ടെന്ന് ഫലിക്കാൻ വിഷമമാണ്. നല്ല വണ്ണമുള്ള കയറല്ലേ. അവൻ മൂപ്പന്റെ നേരെ തിരിഞ്ഞു. മൂപ്പന്റെ കയ്യിൽ അസലൊരു വടിയുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വികൃതി രാമൻ സ്വയം അടങ്ങി. താൻ നിസ്സഹായനാണെന്ന് അപ്പോഴാണ് അവന് തികച്ചും ബോധ്യമായത്. രക്ഷിക്കണേ, എന്നെ പറഞ്ഞയക്കരുതേ എന്ന് യാചിക്കും വിധത്തിൽ അവൻ അച്ഛൻ നമ്പൂതിരിയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു.
മൂപ്പൻ കയറും പിടിച്ചുകൊണ്ട് നടന്നു. തിരിഞ്ഞു നോക്കിക്കൊണ്ട് മൂപ്പന്റെ പിന്നാലെ വികൃതിരാമനും. ഇത്രയും കാലം മനയ്ക്കൽ അവൻ ജീവിച്ചു. ഇനി ഒരിക്കലും അവന് തിരികെ വരാൻ സാധിക്കുകയില്ല. വികൃതിരാമൻ പോയപ്പോൾ മനയ്ക്കലുള്ളവർക്കെല്ലാം കുണ്ഠിതം തോന്നി. അച്ഛൻ നമ്പൂതിരിക്കാണ് അധികം വിഷമം അനുഭവപ്പെട്ടത്. ശരിയാണ്, വികൃതിരാമൻ പടുവികൃതിയായിരുന്നു. പക്ഷേ അവൻ ഇല്ലത്തെയും അവിടുത്തെ ആളുകളെയും സ്നേഹിച്ചിരുന്നു. മനക്കിലെ വളപ്പിൽ വേലി പൊളിച്ച് പശുക്കളും മൂരികളും പ്രവേശിക്കുമ്പോൾ വികൃതിരാമൻ പിന്നാലെ ചെന്ന് അവയെ ഓടിച്ചിരുന്നു. നെല്ലുണക്കാനിട്ടാൽ കാക്കയെ നോക്കുന്ന ചുമതല വികൃതിരാമനാണ് നിർവഹിക്കാറ്. ആരും അവനത് പറഞ്ഞു കൊടുത്തിട്ടില്ല. വികൃതിരാമനെ മനക്കിൽ നിന്നും പുറത്താക്കി. കാരണം അവൻ വികൃതിയായിരുന്നു. ഇല്ലത്തെ ഉണ്ണികളും വികൃതി കാണിക്കാറില്ലേ? അച്ഛൻ നമ്പൂതിരി അസ്വസ്ഥനായി. വികൃതിരാമൻ ഉണ്ണികളെ ദ്രോഹിക്കാറുണ്ട്. അവർ അവനെയും ദ്രോഹിക്കാറില്ലേ? അവൻ ചെയ്തുകൊണ്ടിരുന്ന നല്ല കാര്യങ്ങൾ കണക്കിലെടുക്കാൻ ആരും ഉണ്ടായില്ല. അവൻ്റെ വികൃതിതരങ്ങൾ മാത്രം കണക്കിലെടുത്തു. വാസുദേവനും നീലാണ്ടനും തോന്നി അവനെ പറഞ്ഞേക്കേണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അമ്മാത്ത്, അതായത് ഉണ്ണികളുടെ അമ്മയുടെ ഇല്ലത്ത് പിറന്നാൾ സദ്യയാണ്. വാസുദേവനും നീലാണ്ടനും പോകണമെന്നുണ്ട്. അമ്മാത്തേക്ക് 5-6 നാഴിക ദൂരമുണ്ട്. മരങ്ങളും ചെടികളും നിറഞ്ഞിരിക്കുന്ന വഴിയിൽ കൂടി വേണം പോകാൻ. വഴിയുടെ കുറച്ചപ്പുറം നിറഞ്ഞ കാടാണ്. വാസുദേവന് വയസ്സ് 13 നീലാണ്ടന് 11. എങ്കിലും ബാല്യക്കാരനില്ലാതെ ഒറ്റയ്ക്ക് അമ്മാത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. ഓ ഉവ്വ്, കഴിഞ്ഞ കൊല്ലം ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഒറ്റയ്ക്ക്. പക്ഷേ അന്ന് വികൃതിരാമൻ കൂട്ടുണ്ടായിരുന്നു. ബാല്യക്കാരനെ കൂടെ അയക്കണമെന്ന് അച്ഛനോട് പറയാൻ ഉണ്ണികൾക്ക് ലജ്ജ തോന്നി. അവർ മുതിർന്ന കുട്ടികളാണിപ്പോൾ. അവസാനം ഒറ്റയ്ക്ക് പോകാൻ തന്നെ ഉണ്ണികൾ തീർച്ചയാക്കി. പിറ്റേ ദിവസം രാവിലെ 2 പേരും പുറപ്പെട്ടപ്പോൾ അച്ഛൻ നമ്പൂതിരി പറഞ്ഞു, സന്ധ്യ ആവണേൻ്റെ മുമ്പേ ഇവിടെ എത്തണം കേട്ടോ വാസുദേവാ. ഓ, 2 ആളും മൂളി. ഉണ്ണികൾ നടത്തം തുടങ്ങി. നല്ല വെയിൽ. 2 പേർക്ക് അസ്സല് ദാഹം. വഴിയിൽ ചെന്തെങ്ങുകൾ ഇളനീർ കുലകളുമേന്തി അങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നു. ഉണ്ണികൾക്ക് വായിൽ വെള്ളമൂറി. സ്വതവേ തീറ്റക്കൊതിയനായ നീലാണ്ടൻ ചെന്തെങ്ങിൻ കുലകളിലേക്ക് നോക്കി പറഞ്ഞു, നമ്മുടെ വികൃതിരാമനുണ്ടായിരുന്നു ചാ. നീലാണ്ടൻ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും അതാ വികൃതിരാമൻ അവരുടെ മുമ്പിൽ ചാടി വീഴുന്നു. ഉണ്ണികൾ ആഹ്ലാദിച്ചാർത്തു. വികൃതിരാമൻ വന്നിരിക്കുന്നു. അവൻ എങ്ങനെ രക്ഷപ്പെട്ടു പോന്നു? കെട്ടിയിട്ട കയർ കടിച്ചു മുറിച്ചു പോന്നതാവും. അവൻ സൂത്രത്തിൽ തങ്ങളെ പിന്തുടരുന്നുണ്ടായിരുന്നു. വികൃതിരാമന് ചെന്തെങ്ങിൻ കുലകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നീലാണ്ടൻ ഒട്ടും മറന്നില്ല. വികൃതിരാമൻ തെങ്ങിൻ മുകളിലേക്ക് പാഞ്ഞു കയറി. ഇളനീരിട്ടു. ഒരു കല്ലുകൊണ്ട് ഇളനീരിന്റെ മൂക്ക് ചതച്ച് മൂവരും മൂക്കുമുട്ടെ കുടിച്ചു. ഇനി നടക്കാം, വാ വികൃതിരാമ. ജ്യേഷ്ഠനായ വാസുദേവൻ നിർദ്ദേശിച്ചു. 3 പേരും അമ്മാത്തേക്ക് നടന്നു. വഴി നല്ല നിശ്ചയമില്ല. ഓരോ കൈവഴികൾ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. സംശയം തോന്നുന്നിടത്തൊക്കെ ഓരോരുത്തരോട് ചോദിച്ചു വഴി മനസ്സിലാക്കി. അവസാനം അമ്മാത്തെത്തി. അവിടെ സദ്യ പൊടി പൊടിക്കുകയാണ്. അവിടെയുള്ള വലിയ ഒരു തൊഴുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വാസുദേവൻ പറഞ്ഞു, വികൃതിരാമ, നീ അവിടെ ചെന്നിരുന്നോ? ശരിയാണ്, അമ്മാത്ത് സദ്യയല്ലേ. വികൃതിരാമൻ അങ്ങോട്ട് പ്രവേശനം കിട്ടുമോ? സദ്യയെല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ അവസാനിച്ചാലേ അവനുള്ളത് കിട്ടൂ. അവൻ തൊഴുത്തിലേക്ക് നടന്നു. മുകളിൽ വൈക്കോൽ കുന്നുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നു. അതിൽ കയറിക്കിടന്നു. സദ്യയുടെ മണം മൂക്കിനുള്ളിലേക്ക് അടിച്ചു കയറുകയാണ്. കാളൻ സ്വതവേ വികൃതിരാമന് ബഹു ഇഷ്ടമാണ്. കുറുക്കിയ കാളന്റെ വാസന വായുവിൽ അങ്ങനെ അല തല്ലുന്നു. വികൃതിരാമൻ തല പൊന്തിച്ചു. സദ്യ പന്തലിലേക്ക് നോക്കി. വാസുദേവനും നീലാണ്ടനും ഉണ്ണാനിരിക്കുന്നു. പന്തൽ നിറച്ച് ആളുകളാണ്. അതാ വലിയ പപ്പടവും ശർക്കര ഉപ്പേരിയും പഴനുറുക്കും വിളമ്പി. ഇപ്പോൾ കാളനും വിളമ്പും. അതാ വിളമ്പി. വികൃതിരാമന്റെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ളത്ര വെള്ളം നിറഞ്ഞു. അവൻ പതുക്കെ എഴുന്നേറ്റു. താഴെ ഇറങ്ങി. പന്തലിലേക്ക് ഒരോട്ടം. പപ്പടക്കൊട്ടയിൽ നിന്നും കുറേ പപ്പടം വാരിയെടുത്ത് പഴനുറുക്കുകൊട്ട അങ്ങനെ തന്നെ കയ്യിലെടുത്ത്. ഇനി കാളൻ എടുക്കാൻ നിവൃത്തിയില്ല. ആകെ 2 കൈയല്ലേ ഉള്ളൂ. വേണ്ട, കാളൻ വേണ്ട. അവൻ ഓടി. പിന്നിൽ കൂടി തൊഴുത്തിലേക്ക് തന്നെ ചെന്നു. വൈക്കോലിന്റെ മുകളിലിരുന്ന് ശാപ്പാടും ആരംഭിച്ചു. ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. പന്തലിൽ ബഹളമായി. കൊരങ്ങൻ കൊരങ്ങൻ എന്ന് ചിലർ വിളിച്ചു പറഞ്ഞപ്പോൾ മറ്റു ചിലർ മുറവിളി കൂട്ടി. അതാ ഓടി, പിടിക്ക്, പിടിച്ചു, 2 പൊട്ടിക്ക്. നീലാണ്ടനും വാസുദേവനും പരസ്പരം നോക്കി. ഒന്നും മിണ്ടണ്ടാട്ടോ, വാസുദേവൻ നീലാണ്ടന്റെ ചെകിടിൽ പതുക്കെ പറഞ്ഞു. വികൃതിരാമനെ അന്വേഷിച്ച് അമ്മാത്തെ പണിക്കാരെല്ലാം ഓട്ടമായി. അവർ തൊഴുത്തിനുള്ളിലും വന്നു നോക്കി. വികൃതിരാമൻ പതുക്കെ വൈക്കോൽ കുന്നുകളുടെ ഇടയിൽ ഒളിച്ചു. പഴം നുറുക്കുകളുടെ മുകളിൽ 2 കുന്നു വൈക്കോൽ അവൻ നേരത്തെ വെച്ചിരുന്നു, ആരും കാണാതിരിക്കാൻ. പണിക്കാരെല്ലാം നിരാശരായി മടങ്ങി. വികൃതിരാമൻ വീണ്ടും സ്വസ്ഥാനത്ത് തന്നെ വന്നു തീറ്റ ആരംഭിച്ചു.
ധാരാളം പഴനുറുക്ക്, എത്ര തിന്നാലും കഴിയുന്നില്ല. വയറ് ഒരു ഫുട്ബോൾ പോലെ വീർത്തു കഴിഞ്ഞു. അത് മുഴുവൻ തിന്നു തീർക്കാൻ കഴിയാത്തതിനാൽ അവന് വിഷമം തോന്നി. അവസാനം കവിളിന് താഴെയുള്ള സഞ്ചിയിൽ കൊള്ളാവുന്നത്ര ശേഖരിച്ചു. പിന്നെ തിന്നാമല്ലോ. വയറിനകത്ത് ഇനി ഇടമില്ല. പിന്നെ എന്തു ചെയ്യും? സദ്യയുടെ തിരക്കൊക്കെ അവസാനിച്ചു. വാസുദേവനും നീലാണ്ടനും തിരികെ ഇല്ലത്തേക്ക് പുറപ്പെട്ടപ്പോൾ അമ്മാത്തി കുഞ്ഞാത്തോല് പറഞ്ഞു, വെയിലാറിയിട്ട് പോവാം വാസു. വെയിലാറിയിട്ട് മടങ്ങാമെന്ന് വെച്ച് ഉണ്ണികൾ ഒന്ന് മയങ്ങി. മയങ്ങലല്ല, 1-ാം ക്ലാസ് ഉറക്കം തന്നെ. സദ്യയ്ക്ക് കുടിച്ച പഞ്ചാര പായസത്തിന്റെ മത്ത് 2 പേർക്കും ഉണ്ടായിരുന്നു. ഉറക്കമുണർന്നപ്പോൾ നേരം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഉണ്ണികൾ വല്ലാതെ പരിഭ്രമിച്ചു. ഇല്ലത്ത് ചെന്നാൽ അച്ഛൻ ദേഷ്യപ്പെടും, തീർച്ചയാണ്. ഇന്ന് പോണ്ട വാസു, കുഞ്ഞാത്തോൽ പറഞ്ഞു നോക്കി. ഉണ്ണികൾക്ക് വിരോധമുണ്ടായിരുന്നില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അന്നു തന്നെ മടങ്ങിയെത്തണമെന്നാണല്ലോ. രണ്ടാളും പുറപ്പെട്ടു. പടി കടക്കുന്നതിന് മുമ്പ് നീലാണ്ടൻ തൊഴുത്തിലേക്ക് നോക്കി. വികൃതിരാമൻ നമ്മുടെ പിന്നാലെ വന്നോളും ഏട്ടാ, നീലാണ്ടൻ വാസുവിനോട് പറഞ്ഞു. വാസ്തവത്തിൽ വികൃതിരാമൻ ഉണ്ണികൾ വരുന്നതും നോക്കി തൊഴുത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പാവത്തിനൊന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഉണ്ണികൾ കുറച്ച് അകലെ എത്തിയപ്പോൾ വികൃതിരാമൻ എഴുന്നേറ്റു. ആരും കാണാതെ ഉണ്ണികളുടെ അടുത്തെത്തി. വാസുവിനും നീലാണ്ടനും അവനോട് കലശലായ ദേഷ്യം തോന്നി. അസത്ത്, അമ്മാത്ത് എന്തെല്ലാം കുസൃതികളാണ് അവൻ കാണിച്ചത്. പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഇല്ലത്ത് ചെല്ലട്ടെ, എന്നിട്ടാവാം. നടന്ന് നടന്ന് അവർ ഒരു കൂട്ടുവഴിയിലെത്തി. ഇടത്തോട്ടും വലത്തോട്ടും ഓരോ വഴി നീണ്ടു അങ്ങനെ പോകുന്നു. ഇല്ലത്തേക്ക് ഏതു വഴിക്കാണ് പോകേണ്ടതെന്ന് ഉണ്ണികൾക്ക് പെട്ടെന്നൊരു സംശയം. വലത്തോട്ടാണ് പോണ്ടത്, വാസുദേവൻ പറഞ്ഞു. നീലാണ്ടൻ മൂളി. വലത്തോട്ടുള്ള വഴിയിൽ കൂടി നടക്കാൻ ആരംഭിച്ചപ്പോൾ വികൃതിരാമൻ അവരെ തടഞ്ഞു. ഇടത്തോട്ടുള്ള വഴിയിൽ ചെന്ന് നിന്നു. ഏട്ടാ, വികൃതിരാമൻ കാണിച്ച വഴിയാണ് ശരിയായ വഴിയെന്ന് തോന്നുന്നത്, നീലാണ്ടൻ പറഞ്ഞു. വാസുദേവൻ ഉറപ്പിച്ചു പറഞ്ഞു, അല്ല, ഈ വഴി തന്നെയാണ്. അവർ നടത്തം തുടങ്ങി. വികൃതിരാമൻ പിന്നെ എന്തു ചെയ്യും? ഉണ്ണികളെ അവൻ അനുഗമിച്ചു. നേരം സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. വഴിയിൽ ഇരുവശത്തുമുള്ള കൂറ്റൻ മരങ്ങളിലേക്ക് പക്ഷികൾ പറന്നെത്തുകയാണ്. അവ്യക്തങ്ങളായ മൂളലുകളും കേൾക്കാൻ തുടങ്ങി. ഉണ്ണികളുടെ ഉള്ളിൽ ഭയം നിഴലിച്ചു. വഴി അവസാനിച്ചിരിക്കുന്നു. ഉണ്ണികൾ പരസ്പരം നോക്കി. അവർക്ക് എന്തെന്നില്ലാത്ത പേടി തോന്നി. അവർ എത്തിച്ചേർന്നിരിക്കുന്നത് കാട്ടിലാണ്. ഇരുട്ട് കട്ട പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിലാവുദിക്കാൻ ഇനിയും കഴിയണം. മടങ്ങാം നീലാണ്ട, വഴി തെറ്റി, വാസുദേവൻ പറഞ്ഞു. മടങ്ങാം. നീലാണ്ടൻ അല്ലാതെന്തു പറയാനാണ്? വികൃതിരാമൻ കാണിച്ചു കൊടുത്ത വഴിയിൽ കൂടി പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇല്ലത്തെത്താമായിരുന്നു. പെട്ടെന്ന് അവരൊന്ന് ഞെട്ടി. ഒരലർച്ച. മനുഷ്യന്റെ കണ്ടത്തിൽ നിന്നാണെന്ന് തോന്നി. അതാ ആജാനബാഹുവായ ഒരു മനുഷ്യൻ അവരുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. മുഖത്തും ദേഹത്തും നിറയെ രോമങ്ങൾ, ജ്വലിക്കുന്ന വട്ടക്കണ്ണുകൾ, വലിയ വായ, കരിമ്പ നിറം. ആ മനുഷ്യന്റെ കൈത്തണ്ടകൾക്ക് വാസുവിന്റെ ഉടലിന്റെ അത്ര വണ്ണമുണ്ട്. ശരീരം മുഴുക്കെ നഗ്നമാണ്. അവന്റെ കയ്യിൽ കാട്ടുവള്ളിയും ചൂരലും കൊണ്ട് തീർത്ത ഒരു ഊക്കൻ വില്ലുണ്ട്. കൂർത്ത മുനയുള്ള അമ്പുകളും. ആകെപ്പാടെ ഒരു ഭീകര രൂപം. വികൃതിരാമനും ഉണ്ണികളും ഒരു നിമിഷം ആ മനുഷ്യന്റെ നേരെ നോക്കി. കാട്ടുമനുഷ്യൻ, മനുഷ്യരെ പച്ചയോടെ തിന്നുന്ന കാട്ടുമനുഷ്യൻ. ഉണ്ണികൾ ബോധം കെട്ടു വീണു. വികൃതിരാമൻ പകച്ചു നിന്നു. വലത്തെ കൈയിൽ ഉണ്ണികളെയും ഇടത്തെ കൈയിൽ വികൃതിരാമനെയും ഏന്തി കാട്ടുമനുഷ്യൻ കാട്ടിനുള്ളിലേക്ക് നടന്നു. കാട്ടുമനുഷ്യൻ അവരെയും കൊണ്ട് നേരെ ചെന്നത് സ്വന്തം പാർപ്പിടത്തിലേക്കാണ്. വിസ്താരമുള്ളൊരു സ്ഥലം. ചുറ്റും പാറക്കല്ലുകൾ നിരനിരയായി വെച്ച് ഒരു മതിലുപോലെ ആക്കിയിരിക്കുന്നു. പുറത്തുനിന്ന് അവൻ അകത്ത് പ്രവേശിക്കാനുള്ള പഴുതു മാത്രമുണ്ട്. വികൃതിരാമൻ ഭീതിയോടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. കാട്ടിലെ പോലെ തന്നെ ധാരാളം മരങ്ങൾ അതിനുള്ളിൽ നീണ്ടു നിവർന്നു നിൽക്കുന്നു. ചെന്നപാടെ കാട്ടുമനുഷ്യൻ ഉണ്ണികളെ താഴെയിട്ടു. വണ്ണത്തിലുള്ള ഒരു കാട്ടുവള്ളി എടുത്ത് വികൃതിരാമന്റെ ഉദരത്തിന് ചുറ്റും ഒരു കെട്ടുകെട്ടി. കഴുത്തിലാണ് കെട്ടുന്നതെങ്കിൽ ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. വയറിനു ചുറ്റും കെട്ടിയാൽ പേടിക്കാനില്ല. ഊരിപ്പോകാൻ ഭാവിക്കുമ്പോൾ പിൻകാലുകൾ തടസ്സമായി നിൽക്കും. കാട്ടുമനുഷ്യന് ബുദ്ധിയുണ്ട്. അവൻ വികൃതിരാമന് ഒരു മൂലയിൽ ഒരു മരത്തിന്മേൽ കെട്ടിയിട്ടു. നേരെ ഉണ്ണികളുടെ അടുത്തേക്ക് ചെന്നു. ഇല്ല, അവർക്ക് അനക്കമില്ല. അവൻ പുറത്തേക്ക് കടന്നു. ഒരു വലിയ മരത്തടി താങ്ങിയെടുത്ത് പാർപ്പിടത്തിന്റെ ദ്വാരം പുറത്തുനിന്ന് അടയ്ക്കുവാൻ അവൻ മറന്നില്ല. വികൃതിരാമൻ തന്നെ കെട്ടിയിരിക്കുന്ന വള്ളി കടിച്ചു മുറിക്കാൻ നോക്കി. സാധിക്കുന്നില്ല. ആ കാട്ടുവള്ളിക്ക് കയറിനേക്കാൾ ബലമുണ്ട്. കാട്ടുമനുഷ്യൻ ഇപ്പോൾ വരും. വന്നയുടൻ ഉണ്ണികളെ അവൻ കൊല്ലും. പിന്നെ തൻ്റെ നേർക്കും വരും. അവൻ എന്തിനാണാവോ പുറത്തു പോയിരിക്കുന്നത്? വികൃതിരാമൻ രക്ഷപ്പെടാൻ ഒരു മരണപരാക്രമം തന്നെ കാട്ടി. ഉച്ചയ്ക്ക് വയറ്റിൽ കുത്തിനിറച്ച പഴനുറുക്കെല്ലാം ആ പരിഭ്രമത്തിൽ ദഹിച്ചു. വീർത്തു നിന്നിരുന്ന വയറൊന്ന് അയഞ്ഞു. അതോടെ വയറിനു ചുറ്റുമുള്ള വള്ളിയും. വികൃതിരാമൻ 1-2 കുട്ടിക്കരണം മറിഞ്ഞു. മുമ്പോട്ടും പിമ്പോട്ടും വള്ളിവളയം കീഴോട്ടിറങ്ങാൻ തുടങ്ങി. അവൻ വീണ്ടും അത് ആവർത്തിച്ചു. അവൻ സ്വതന്ത്രനായി.
കൈയും കാലും ഒന്ന് കുടഞ്ഞു. അവൻ നേരെ ഉണ്ണികളുടെ അടുത്തേക്ക് ചെന്നു. സമയമില്ല, കാട്ടുമനുഷ്യൻ ഇപ്പോൾ വരും. ഉണ്ണികളെ ചുമലിലേറ്റിയാലോ? രണ്ടുപേരെയും ഒന്നിച്ച് ചുമലിലേറ്റാൻ സാധ്യമല്ല. എന്നാൽ തന്നെ എന്താണ് കാര്യം? പുറത്തു കിടക്കാനുള്ള പഴുതിൽ വലിയൊരു മരത്തടിയാണ്. വികൃതരാമൻ അസ്വസ്ഥതയോടെ ചുറ്റും നോക്കി. മരക്കൊമ്പുകളിൽ കൂടി ചാടി ചാടി അവന് വേണമെങ്കിൽ രക്ഷപ്പെടാം. പക്ഷേ ഉണ്ണികളോ? വയ്യ, അതൊരിക്കലും വയ്യ. പെട്ടെന്ന് മതിലിന്റെ പഴുതിലെ മരത്തുടി നീങ്ങുന്നത് മങ്ങിയ നിലാവെളിച്ചത്തിൽ വികൃതരാമൻ കണ്ടു. കാട്ടുമനുഷ്യൻ വന്നിരിക്കുന്നു. ചുമലിൽ ചത്ത ഒരു മാനിനെയുമേന്തി അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ മാനിന്റെ വായിൽ നിന്നും ചോരത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു. വികൃതരാമൻ തൊട്ടടുത്തുള്ള ഉയരമേറിയ മരത്തിൽ പാഞ്ഞു കയറി. അതുകണ്ട കാട്ടുമനുഷ്യൻ അരിശത്തോടെ മാനിനെ താഴെയിട്ട് ഒരു കൊടുങ്കാറ്റുപോലെ മരത്തിനടുത്തേക്ക് ചീറിപ്പാഞ്ഞു. ഒരമ്പെടുത്ത് ഊക്കിൽ വികൃതരാമന്റെ നേർക്ക് തൊടുത്തുവിട്ടു. അമ്പ് ഒരു സീൽക്കാരത്തോടെ മുകളിലേക്ക് പാഞ്ഞു. പെട്ടെന്ന് വികൃതരാമൻ അടുത്ത മരക്കൊമ്പിലേക്ക് ചാടി. കാട്ടുമനുഷ്യൻ മറ്റൊരമ്പെയ്തു. വികൃതരാമൻ മറ്റൊരു മരക്കൊമ്പിലേക്ക് ഒരു ചാട്ടം. കാട്ടുമനുഷ്യൻ ക്രൂതനായി വീണ്ടും അമ്പെയ്യാൻ ഭവിക്കുകയാണ്. വികൃതരാമന് ഒരു യുക്തി തോന്നി. കവിളിലെ സഞ്ചികളിൽ അവൻ സൂക്ഷിച്ചിരുന്ന പഴംനുറുക്ക് കയ്യിലേക്ക് തുപ്പി. അത് കയ്യിലിട്ട് കുഴച്ച് 2-3 ചെറിയ ഉരുളകളാക്കി അവയിലൊന്ന് ആ മനുഷ്യന്റെ മുഖത്തേക്കിട്ടു. അത് നേരെ ചെന്ന് വീണത് അവന്റെ ചുണ്ടിലാണ്. അവനത് വായ്ക്കുള്ളിലാക്കി. വാസ്തവത്തിൽ ആ ചെറിയ ഉരുള അവന്റെ പല്ലിന്മേൽ പോലും പുരളാനുണ്ടായിരുന്നില്ല. എങ്കിലും കാട്ടുമനുഷ്യന് അത് ബഹു സ്വാദു തോന്നി. അവൻ വാ പൊളിച്ചു. വികൃതരാമൻ ഒരു ഉരുള കൂടി താഴേക്കിട്ടുകൊടുത്തു. കാട്ടുമനുഷ്യൻ ആർത്തിയോടെ അതും തിന്നു. വാസ്തവത്തിൽ അവനെ പാട്ടിലാക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ് വികൃതരാമൻ. കാട്ടുമനുഷ്യൻ വിചാരിച്ചു അത് വികൃതരാമൻ കയറിയിരിക്കുന്ന മരത്തിന്റെ പഴമാണെന്നാണ്. അവൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ആർത്തിയോടെ കൂവിയാർത്തു. വികൃതരാമൻ മറ്റേ ഉരുള കൂടി താഴേക്കിട്ടു. കാട്ടുമനുഷ്യന്റെ കൊതി മൂത്തു. അവൻ അമ്പും വില്ലും താഴെയിട്ട് മരത്തിൽ പാഞ്ഞു കയറി. ഏകദേശം മുകളിലെത്താറായപ്പോൾ വികൃതരാമൻ അടുത്ത മരത്തിലേക്ക് ചാടി. കൊതിമൂത്ത കാട്ടുമനുഷ്യൻ പഴം ഒത്ത മുകളിലായിരിക്കുമെന്ന് വിചാരിച്ചു. മരത്തിന്റെ തുമ്പത്തേക്ക് പാഞ്ഞു കയറി. അവന്റെ ഭാരം താങ്ങാൻ കഴിയാതെ മരത്തിന്റെ മുകൾ ഭാഗം ഒരു വശത്തേക്ക് ചാഞ്ഞു. ഉരൂക്കൻ ശബ്ദത്തോടുകൂടി മരം പകുതിക്ക് വെച്ച് ഒടിഞ്ഞു. ഒരലർച്ചയോടുകൂടി കാട്ടുമനുഷ്യൻ താഴെ വീണു. അവൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എങ്ങനെ സാധിക്കാനാണ്? അവന്റെ മുതുകെല്ലും കാലും ഒടിഞ്ഞിരിക്കുന്നു. അവൻ എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് നോക്കി കുറച്ചുനേരം വികൃതരാമൻ മരത്തിന്മേൽ തന്നെ ഇരുന്നു. എഴുന്നേൽക്കില്ലെന്ന് കണ്ടപ്പോൾ അവൻ താഴെ ഇറങ്ങി. പല്ലുറുമ്മിക്കൊണ്ട് കാട്ടുമനുഷ്യൻ വികൃതരാമന്റെ നേരെ നോക്കി. വികൃതരാമൻ ഉണ്ണികളുടെ അടുത്തേക്ക് ചെന്നു. അവർ അനക്കമില്ലാതെ കിടപ്പാണ്. അവൻ ഉണ്ണികളുടെ മൂക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലച്ചു. അവർ പെട്ടെന്ന് കണ്ണു തുറന്നു. കാട്ടുമനുഷ്യൻ കലശലായ അരിശത്തോടെ ഇതെല്ലാം നോക്കി അങ്ങനെ കിടക്കുകയാണ്. വികൃതരാമൻ ഉണ്ണികളെ പതുക്കെ എഴുന്നേൽപ്പിച്ചു. അവരെയും കൂട്ടി പുറത്തേക്ക് നടന്നു. അവർ നടന്നകലുന്നത് കണ്ട് സഹിക്കവയ്യാതെ കാട്ടുമനുഷ്യൻ ഒന്നലറി. ഉണ്ണികൾ വികൃതരാമനെ മുറുകെ പിടിച്ചു. പുറത്തു വന്നപ്പോൾ വികൃതരാമൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതോർത്ത്. പക്ഷേ മനസമാധാനത്തിന് അവകാശമില്ല. കാട്ടിനുള്ളിൽ തന്നെയാണ് നിൽപ്പ്. കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം കാട്ടിൽ അങ്ങനെ പ്രതിധ്വനിക്കുകയാണ്. കൂമനും കുറ്റിച്ചൂലാനും ഉറക്കെ മൂളുന്നു. തിരിച്ചറിയാൻ വയ്യാത്ത മറ്റു സ്വരങ്ങളും കേൾക്കാനുണ്ട്. നീലാണ്ടനും വാസുദേവനും പരിഭ്രമിച്ചു. ചുറ്റും നോക്കി. അമ്പിളിയമ്മാവൻ മാനത്തു നിന്ന് നല്ലപോലെ വെളിച്ചം വിതറാൻ തുടങ്ങിയിരിക്കുന്നു. ആ വെളിച്ചത്തിൽ കാട്ടിലെ ഓരോ മരവും മറ്റേതോ രൂപം ധരിക്കുന്നത് പോലെ ഉണ്ണികൾക്ക് തോന്നി. അവർ വികൃതരാമന്റെ ദേഹത്തോട് പറ്റി നിന്നു. കാട്ടിലാണ് നിൽപ്പ്. എന്തും എപ്പോഴും സംഭവിക്കാം. വികൃതരാമനും ഉണ്ണികളും വല്ലാതെ തളർന്നിരുന്നു. കലശലായ ദാഹം. അകപ്പെട്ടിരിക്കുന്നത് കാടിന്റെ നടുവിൽ. എന്തു ചെയ്യാനാണ്? നീലാണ്ടൻ മന്ത്രിച്ചു. ഏട്ടാ, വെള്ളം വെള്ളം. തൊണ്ട വരണ്ടിട്ടാണ് പറയുന്നത്. വികൃതരാമൻ ഉണ്ണികളെയും കൊണ്ട് നടന്നു. വെള്ളമുള്ള ഒരു കാട്ടുകുഴിയെങ്കിലും കണ്ടെത്തിയെങ്കിൽ. പെട്ടെന്ന് അവർ ഒരു ചിഹ്നം വിളി കേട്ടു. വീണ്ടും ആപത്ത് പാഞ്ഞെടുക്കുകയാണോ? ഉണ്ണികളും വികൃതരാമനും ശ്വാസമടക്കി നിന്നു. ശബ്ദം അടുത്തടുത്ത് വരുന്നില്ല. പുറപ്പെട്ട അതേ ദിക്കിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും കേൾക്കുകയാണ്. വികൃതരാമൻ അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി. അല്പം അകലെ ഒരു ആനക്കുട്ടി കിടക്കുന്നു. വലത്തെ മുൻകാൽ പൊന്തിച്ചുകൊണ്ട് അത് വേദനയോടെ നിലവിളിക്കുകയാണ്. വികൃതരാമൻ അങ്ങോട്ട് ചെന്നു. ഉണ്ണികൾ അവിടെ തന്നെ നിന്നതേയുള്ളൂ. അങ്ങോട്ടടുക്കാൻ അവർക്ക് ധൈര്യം വന്നില്ല. വികൃതരാമനെ കണ്ടപ്പോൾ ആനക്കുട്ടി കൂടുതൽ ദയനീയമായി നിലവിളിച്ചു. വികൃതരാമൻ പതുക്കെ പതുക്കെ അതിൻ്റെ അടുത്ത് നീങ്ങി. അത്ഭുതം, അത് അവനെ ഒന്നും ചെയ്തില്ല. പൊന്തിച്ചു പിടിച്ച കാൽ കൂടുതൽ ഉയർത്തി അത് വീണ്ടും നിലവിളിച്ചു. വികൃതരാമൻ അതിൻ്റെ കാലിനടിയിൽ നോക്കി. ഒരു കൂറ്റൻ മുള്ളു തറച്ചിരിക്കുന്നു. അതിൻ്റെ വേദന കൊണ്ടാണ് അത് നിലവിളിക്കുന്നത്. ആനക്കുട്ടി വികൃതരാമനെ ഉപദ്രവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണികൾക്ക് ധൈര്യമായി. അവർ അടുത്തേക്ക് ചെന്നു.
വികൃതരാമൻ പണിപ്പെട്ട് മുള്ളു വലിച്ചെടുത്തു. ആനക്കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റു. തുമ്പിക്കൈ ഉയർത്തി സ്നേഹത്തോടെ വികൃതരാമന്റെ ദേഹത്ത് തടവി. എന്നിട്ട് കാട്ടിലെങ്ങോ മറഞ്ഞു. വെള്ളം അന്വേഷിച്ച് വികൃതരാമനും ഉണ്ണികളും വീണ്ടും നടത്തം ആരംഭിച്ചു. പെട്ടെന്ന് വികൃതരാമൻ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. ഒരു ഭാഗത്തേക്ക് തന്നെ തന്റെ ദൃഷ്ടി ഉറപ്പിച്ചു. ഉണ്ണികൾ അങ്ങോട്ട് നോക്കി. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ പ്രകാശിച്ചു. അതാ ഒരു കാട്ടുപൊയ്ക, അത് നിറയെ പൂക്കളും. അവർ അതിനിടത്തേക്ക് പാഞ്ഞു. ചുറ്റും ചെടിപ്പടർപ്പ് കൊണ്ടുള്ള കുപ്പായമിട്ട് മാനത്ത് പുഞ്ചിരി തൂകി നിൽക്കുന്ന അമ്പിളിയെയും നോക്കി ആ കാട്ടുപൊയ്ക അങ്ങനെ ശാന്തമായി രാത്രി കഴിക്കുകയാണ്. ഉള്ളു നിറയെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആമ്പൽ പൂവുകളെ തൻ്റെ കുഞ്ഞോളങ്ങൾ കൊണ്ട് ആ കാട്ടുപൊയ്ക ഓമനിച്ചു കൊണ്ടിരിക്കുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ എന്ന പോലെ. പൊയ്കയുടെ വക്കിലൊരു വലിയ ആൽമരം കനത്ത വേടുകളിറക്കി സ്വയം താങ്ങി നിന്നുകൊണ്ട് വിശ്രമിക്കുകയാണ്. ഉണ്ണികളും വികൃതരാമനും പൊയ്കയിലിറങ്ങി മതിയാവോളം വെള്ളം കുടിച്ചു. ഈ രാത്രി ഇനി ഇല്ലത്തെത്താൻ സാധിക്കുമോ? ഉണ്ണികൾ ആലോചിച്ചു. ദൂരം കുറേയുണ്ട്. വഴി വികൃതരാമന് നിശ്ചയമുണ്ടാകും. പക്ഷേ ഇനി വേറെ വല്ല കാട്ടുമനുഷ്യനും വന്നാലോ? പോയാലും ഇല്ലെങ്കിലും അപകടം വരും. കാട്ടുമനുഷ്യനെന്താ പൊയ്കയിൽ വന്നുകൂടെ? കാട്ടുമൃഗങ്ങൾക്കും വന്നുകൂടെ? എന്തു തീരുമാനിക്കണം എന്നറിയാതെ ഉണ്ണികൾ കുഴങ്ങി. വികൃതരാമന് സംശയമൊന്നുമില്ല. അവൻ പടർന്നു നിൽക്കുന്ന ആലിന്റെ ചുവട്ടിലേക്ക് ഉണ്ണികളെയും കൂട്ടി നടന്നു. നല്ല വണ്ണമുള്ള അതിന്റെ വേടുകൾക്കിടയ്ക്ക് സുഖമായി കിടക്കാം. കാട്ടുമനുഷ്യനും കാട്ടുമൃഗങ്ങളും ആരും കാണുകയില്ല. ഉണ്ണികൾ കിടന്നു. അടുത്ത് വികൃതരാമനും. കലശലായ ക്ഷീണം കൺപോളകളെ അടയ്ക്കുകയാണ്. 3 പേരും ഒന്നു മയങ്ങി. പെട്ടെന്ന് നീലാണ്ടൻ ഉറക്കെ നിലവിളിച്ചു. വികൃതരാമനും വാസുദേവനും ഞെട്ടിയുണർന്നു പകച്ചു നോക്കി. നീലാണ്ടന്റെ കാലിൽ ഒരു മുതല പിടികൂടിയിരിക്കുകയാണ്. വാസുദേവൻ നിലവിളിക്കാൻ ശ്രമിച്ചു. ഒച്ച പൊങ്ങിയില്ല. മുതല നീലാണ്ടനെയും വലിച്ചു പൊയ്കയിലേക്ക് നീങ്ങുകയാണ്. ഇത്ര മനോഹരമായ ഒരു പൊയ്കയിൽ മുതലയുണ്ടായിരിക്കുമെന്ന് ആരൂഹിക്കും? മുതല അരിച്ചരിച്ച് പൊയ്കയിലെത്തി. അതിപ്പോൾ പൊയ്കയിലേക്ക് ചാടും. നീലാണ്ടനെയും കൊണ്ട് അടിയിലേക്ക് ഊളിയിട്ടു പോകും. ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. വികൃതരാമൻ വലിയൊരു ഉരുളൻകല്ല് താങ്ങിയെടുത്ത് വരുന്നത് വരട്ടെ എന്ന് വെച്ച് മുതലയുടെ സമീപം ചെന്നു. കല്ല് മുതലയുടെ തലയിലേക്ക് ഊക്കിലിട്ടു. മുതലയ്ക്ക് ഇത് അപ്രതീക്ഷിതമായിരുന്നു. അതിന് വല്ലാതെ വേദനിച്ചു. പരിഭ്രമിച്ച് പെട്ടെന്നത് കടിവിട്ട് പൊയ്കയിലേക്ക് ചാടി. നീലാണ്ടന്റെ കാലിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. നീലാണ്ടൻ രക്ഷപ്പെട്ടിരിക്കുന്നു. സന്തോഷാധിക്യത്താൽ വാസുദേവൻ വികൃതരാമനെ കെട്ടിപ്പിടിച്ചു. നീലാണ്ടന് ഒന്നും സംസാരിക്കാൻ തന്നെ കുറേ നേരത്തേക്ക് കഴിഞ്ഞില്ല. വല്ലാത്ത കിതപ്പ്. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി നീലാണ്ടന്. വാസു അനുജന്റെ കാലിലെ ചോര തുടച്ചു കളഞ്ഞു. ഇനി എന്ത് വേണം എന്നായി പ്രശ്നം. അവിടെ തന്നെ കിടന്നാൽ രക്ഷ പോരാ. മുതല വല്ലാത്ത പകയുള്ള ജന്തുവാണ്. വീണ്ടും അത് വരാതിരിക്കില്ല. വികൃതരാമൻ മുമ്പിൽ നടന്നു. പിന്നാലെ ഉണ്ണികളും. ആ അന്തരീക്ഷത്തിൽ കണ്ണിൽ കാണുന്നതെല്ലാം തങ്ങളെ പേടിപ്പെടുത്തുന്നതായി അവർക്ക് തോന്നി. വല്ലാത്ത വിഭ്രാന്തി. ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. പെട്ടെന്ന് അവർ ഒരു ചീറ്റൽ കേട്ടു. കാട്ടിനുള്ളിലാകെ ഒരിളക്കം. ഒരു കൂട്ടം കാട്ടാനകൾ മതിച്ചു പുളച്ചു വരികയാണ്. ഉണ്ണികൾക്ക് ഉറക്കെ നിലവിളിക്കണം എന്ന് തോന്നി. ശബ്ദം തൊണ്ടയിൽ വെച്ച് കീഴ്പോട്ടിറങ്ങിപ്പോയി. വികൃതരാമന്റെ മുഖത്തും എന്തെന്നില്ലാത്ത പരിഭ്രമം കാണാമായിരുന്നു. അവരെങ്ങാൻ ആ കാട്ടാനകളുടെ കണ്ണിൽപ്പെട്ടാൽ കഥ കഴിഞ്ഞതു തന്നെ. ആനകൾ കൊടുങ്കാറ്റുപോലെ മരത്തിനടുത്തേക്ക് പാഞ്ഞെത്തി. വികൃതരാമനും ഉണ്ണികൾക്കും ഹൃദയത്തിന്റെ മിടിപ്പ് നിലയ്ക്കുന്നതായി തോന്നി. പെട്ടെന്നതാ ഒരു ആനക്കുട്ടി പിന്നിലുള്ള കൊമ്പന്മാരെ തടഞ്ഞുകൊണ്ട് വികൃതരാമന്റെയും ഉണ്ണികളുടെയും മുമ്പിൽ വന്നു നിൽക്കുന്നു. അത് തുമ്പിക്കൈ കൊണ്ട് അവരെ 3 പേരെയും ചുറ്റി. കൊമ്പന്മാർ ഒരു നിമിഷം അവിടെ നിന്നു. തങ്ങളെ തടഞ്ഞുകൊണ്ട് അരുമയായ കുട്ടി മുമ്പിൽ നിൽക്കുകയാണ്. തുമ്പിക്കൈ കൊണ്ട് സ്നേഹപൂർവ്വം ഉണ്ണികളെയും വികൃതരാമനെയും ആശ്ലേഷിച്ചുകൊണ്ട് ആനകൾ പിന്മടങ്ങി. തങ്ങളുടെ കൂട്ടത്തിലെ ആർക്കെങ്കിലും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഒരിക്കലും അവർ ചെയ്യാറില്ല. വികൃതരാമൻ എന്തെന്നില്ലാത്ത സന്തോഷത്തോടും അത്ഭുതത്തോടും കൂടി ആ ആനക്കുട്ടിയെ നോക്കി. കുറച്ചു മുമ്പ് കണ്ട അതേ ആനക്കുട്ടി. കാലിൽ നിന്നും മുള്ളു പറിച്ചെടുത്തു കൊടുത്തില്ലേ, ആ ആനക്കുട്ടി തന്നെ. അതിൻ്റെ നന്ദി നോക്കൂ. ഉണ്ണികൾക്ക് സന്തോഷം കൊണ്ട് മതിമറന്നു. കൃതജ്ഞതയോടെ ആ നന്ദിയുള്ള മൃഗത്തെ നോക്കി. വികൃതരാമൻ അതിൻ്റെ തുമ്പിക്കൈ സ്നേഹപൂർവ്വം തലോടി. ആനക്കൂട്ടം അപ്പോഴേക്കും കുറേ അങ്ങ് എത്തിയിരുന്നു. ആനക്കുട്ടി പെട്ടെന്ന് ആ കൂട്ടത്തിലേക്ക് ഓടിപ്പോയി. ഇനി ഇവിടെ നിൽക്കാൻ വയ്യ, വാസുദേവൻ പതുക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇല്ലത്തെത്തണം. പക്ഷേ അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. വഴിയിൽ ഇനിയും ആപത്തിനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. കാട്ടിൽ നിന്നാലും ഫലം ഒരുപോലെയാണ്. കാട്ടിൽ കൂടി നടന്നിട്ട് വേണ്ടേ ഇല്ലത്തേക്കുള്ള വഴിയിലെത്താൻ. പെട്ടെന്ന് തൻ്റെ ചുമലിലേക്ക് എന്തോ ചാടിയതായി വാസുദേവന് തോന്നി. അത് വാസുവിൻ്റെ തലയിൽ മുറുകെ പിടിച്ചു. വാസുദേവൻ നിലവിളിച്ചു മേൽപോട്ടും കീഴ്പോട്ടും ചാടി. ഒരു ചെറിയ മൊച്ചക്കുരങ്ങ് വാസുവിൻ്റെ ചുമലിൽ കയറിയിരിക്കുകയാണ്. മരക്കൊമ്പിൽ നിന്നും അത് നേരെ വാസുവിൻ്റെ ചുമലിലേക്കാണ് ചാടിയത്. ഒരു കുതിരപ്പുറത്തിരിക്കുന്ന അന്തസ്സോടുകൂടി അത് വാസുവിൻ്റെ തോളിൽ സുഖമായിരിക്കുന്നു. ഉള്ളിൽ പേടിയുണ്ടായിരുന്നുവെങ്കിലും നീലാണ്ടന് ചിരി വന്നു.
വികൃതിരാമൻ മൊച്ചക്കുരങ്ങന്റെ കഴുത്തിൽ പിടിച്ച് അതിനെ താഴേക്കിട്ടു. അതിന്റെ ചെകിട്ടത്ത് ഒന്ന് പൊട്ടിച്ചപ്പോൾ അത് അതിന്റെ പാട്ടിന് പോയി. അവർ വീണ്ടും നടന്നു. വികൃതിരാമൻ ഇടയ്ക്കിടെ സൂക്ഷിച്ചു നോക്കി. വഴി തെറ്റുന്നുണ്ടോ? വഴി തെറ്റിയോ? ഇങ്ങോട്ട് വരുമ്പോൾ വഴിക്കിതൊന്നും കണ്ടതായി ഓർക്കുന്നില്ല. വേടുകൾക്കിടയിലൂടെ അവർ നുഴഞ്ഞു നടന്നു. കുറച്ചങ്ങനെ നടന്നപ്പോൾ വാസുദേവൻ പിന്തിരിഞ്ഞു നോക്കി. വാസു വികൃതിരാമനെ പെട്ടെന്ന് പിടിച്ചു നിർത്തി. നീലാണ്ടനെ കാണാനില്ല. രണ്ടുപേരും വിയർത്തുപോയി. നീലാണ്ടൻ എന്തുപറ്റി? വേടുകൾക്കിടയിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് അവർ പിന്നോക്കം പാഞ്ഞു. അതാ വേടുകൾക്കിടയിൽ നിന്ന് നീലാണ്ടന്റെ ദയനീയമായ നിലവിളി കേൾക്കുന്നു. വികൃതിരാമനും വാസുവും അങ്ങോട്ട് ഓടിച്ചെന്നു. രണ്ടുപേരും സങ്കടവും പരിഭ്രമവും വിഭ്രാന്തിയും കൊണ്ട് തല ചുറ്റുന്നത് പോലെ തോന്നി. ഒരു ഊക്കൻ പെരുമ്പാമ്പ് നീലാണ്ടനെ ചുറ്റി വരിഞ്ഞിരിക്കുന്നു. പ്രാണവേദനയോടെ നീലാണ്ടൻ പുളയുകയാണ്. വികൃതിരാമൻ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. അധികം ആലോചിക്കാൻ സമയമില്ല. അവൻ പെരുമ്പാമ്പിന്റെ മേൽ ചാടി വീണു. അതിന്റെ കണ്ണുകളിൽ തന്റെ കൂർത്ത നഖങ്ങൾ തുളഞ്ഞു കയറ്റി. പെരുമ്പാമ്പ് പെട്ടെന്ന് പുളഞ്ഞു. നീലാണ്ടനെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന പിടിയൊന്നയഞ്ഞു. വികൃതിരാമൻ നിലത്തേക്ക് ചാടി. നീലാണ്ടന്റെ കാൽ പിടിച്ച് ഊക്കിൽ പിന്നോക്കം വലിച്ചു. നീലാണ്ടൻ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. ഭയങ്കരമായ ദേഷ്യത്തോടുകൂടി പെരുമ്പാമ്പ് ചീറി. അതിന്റെ കണ്ണ് രണ്ടും പൊട്ടിപ്പോയിരിക്കുന്നു. വികൃതിരാമനെ ചുറ്റി വരിയാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞു. വികൃതിരാമനും ഉണ്ണികളും അപ്പോഴേക്കും അല്പം അകലെ എത്തിയിരുന്നു. നേരം പ്രകാശമായി തുടങ്ങി. പക്ഷികൾ കൂടുകളിൽ നിന്ന് കിലുകിലാ ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. വികൃതിരാമനും ഉണ്ണികളും നടത്തം ആരംഭിച്ചു. വികൃതിരാമൻ 4 ഭാഗത്തേക്കും വീണ്ടും വീണ്ടും നോക്കി. തീർച്ചയാണ്, വഴി തെറ്റിയിരിക്കുന്നു. അവരൊരു നിമിഷം ആലോചിച്ചു നിന്നു. അവർ ഇടത്തുഭാഗത്തേക്ക് തിരിഞ്ഞു. കുറെ നടന്നപ്പോൾ അവരിൽ നിന്നും സന്തോഷസൂചകമായ ഒരു ശബ്ദമുയർന്നു. ഇല്ലത്തേക്കുള്ള വഴിയിൽ അവർ എത്തിയിരിക്കുന്നു. അധികം താമസിക്കാതെ ഇനി ഇല്ലത്തെത്താം. തലേ ദിവസം സന്ധ്യ വരെ അച്ഛൻ നമ്പൂതിരിയും ഉണ്ണികളുടെ അമ്മയും കുട്ടികളുടെ വരവും കാത്തിരുന്നു. 2 പേർക്കും പരിഭ്രമമായി. എങ്കിലും ഉണ്ണികളുടെ അമ്മ പറഞ്ഞു, അവരിന്ന് അമ്മാത്ത് താമസിക്കുകയായിരിക്കും. അച്ഛൻ നമ്പൂതിരിക്ക് അങ്ങനെയൊരു സംശയമേയില്ല. ഉണ്ണികൾ അനുസരണക്കേട് കാണിക്കുകയില്ല. നല്ല ഉറപ്പുണ്ട്. താൻ പറഞ്ഞതിൽ നിന്ന് വിട്ട് അവരിതുവരെ നടന്നിട്ടില്ല. സന്ധ്യ കഴിഞ്ഞു. ഉണ്ണികൾ എന്നിട്ടും വന്നില്ല. ഒരു കെട്ട് ഓലച്ചൂട്ടും കൊടുത്ത് അച്ഛൻ നമ്പൂതിരി അമ്മാത്തേക്ക് ആളെ വിട്ടു. അമ്മത്തേക്ക് പറഞ്ഞയച്ച ആൾ വരുന്നത് നോക്കി ആ മാതാപിതാക്കൾ അക്ഷമരായിരുന്നു. നേരം കുറേ കഴിഞ്ഞു. അമ്മാത്തു നിന്നും ആൾ വന്നു. പരിഭ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഉണ്ണിത്തമ്പ്രാക്കള് സന്ധ്യയ്ക്ക് മുമ്പേ അവിടെ നിന്ന് പോന്നിരിക്കുന്നു. അച്ഛൻ നമ്പൂതിരിയുടെ ഉള്ളം നാളി. ഉണ്ണികളുടെ അമ്മ മോഹാലസ്യപ്പെട്ടു വീണു. എന്തു ചെയ്യണമെന്നറിയാതെ അച്ഛൻ നമ്പൂതിരി അന്താളിച്ചു നിന്നു. അർദ്ധരാത്രിയിൽ ഉണ്ണികളെ എവിടെ അന്വേഷിക്കാനാണ്? ബോധം വന്ന ഉടൻ ഉണ്ണികളുടെ അമ്മ നേർത്ത സ്വരത്തിൽ ചോദിച്ചു, എൻ്റെ കുട്ടിയോട് വന്നോ? അച്ഛൻ നമ്പൂതിരി ഒന്നും മിണ്ടിയില്ല. എന്തു മിണ്ടാനാണ്? അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുങ്ങുകയായിരുന്നു. ഓരോ നിമിഷവും ഓരോ യുഗമെന്നോണം അവർ ആ രാത്രി കഴിച്ചുകൂട്ടി. പ്രകാശമായപ്പോൾ അച്ഛൻ നമ്പൂതിരി ഇല്ലത്തെ പണിക്കാരെയെല്ലാം വിളിച്ചു. അദ്ദേഹവും പണിക്കാരും പുറപ്പെട്ടു ഉണ്ണികളെ തിരയാൻ. അവർ കുറച്ചങ്ങോട്ട് നടന്നു. പെട്ടെന്ന് എല്ലാവരും ഉച്ചത്തിൽ ആർത്തു വിളിച്ചു, അതാ ഉണ്ണികൾ വരുന്നു, കൂടെ വികൃതിരാമനുമുണ്ട്. വാടിയ ചേമ്പിൻ തണ്ടുപോലെ തളർന്നു കഴിഞ്ഞിരുന്ന ഉണ്ണികളെ അച്ഛൻ നമ്പൂതിരി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പണിക്കാർ അവരെ ചുമലിലെടുത്തു. എല്ലാവരും ഇല്ലത്തേക്ക് നടന്നു. വികൃതിരാമനും വല്ലാതെ ക്ഷീണിച്ചവശനായിരുന്നു. വേച്ച് നടന്നുകൊണ്ട് അവൻ അവരെ അനുഗമിച്ചു. ഇല്ലത്തെത്തി. ഉണ്ണികളെ കോലായിലിരുത്തി. ഉണ്ണികളുടെ അമ്മ നിറഞ്ഞ കണ്ണുകളോടെ അവരുടെ മുഖം കഴുകിച്ചു. കുടിക്കാനായി ഓരോ കിണ്ടി പാൽ അവരുടെ മുൻപിൽ വന്നു. ഉണ്ണികൾ ചുറ്റും നോക്കി. എവിടെ വികൃതിരാമൻ? തങ്ങളെ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ച വികൃതിരാമൻ എവിടെ? അച്ഛാ, വികൃതിരാമൻ എവിടെ? വാസുദേവൻ തളർന്ന സ്വരത്തിൽ ചോദിച്ചു. ഉണ്ണികൾക്ക് സങ്കടം തോന്നി. വികൃതിരാമന്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയില്ല. നോക്കൂ, അച്ഛനെയും അമ്മയുടെയും ഒരു സ്വാർത്ഥം. ഉണ്ണികൾ പാൽ കുടിച്ചില്ല. അവർ പതുക്കെ എഴുന്നേറ്റു. എവിടെ വികൃതിരാമൻ? എന്താ ഇപ്പോൾ ഇത്ര തിടുക്കം? അമ്മ ചോദിച്ചു. ഉണ്ണികൾ നടന്ന കഥകളെല്ലാം തളർന്ന സ്വരത്തിൽ വിവരിച്ചു. അച്ഛൻ നമ്പൂതിരിയുടെയും ഉണ്ണികളുടെയും അമ്മയുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അതാ വികൃതിരാമൻ കയ്യാലയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു. എല്ലാവരും കയ്യാലയിലേക്ക് ഓടി. അവൻ അവിടെ തളർന്നു കിടക്കുകയായിരുന്നു. അവൻ അച്ഛൻ നമ്പൂതിരിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അച്ഛൻ നമ്പൂതിരിയുടെ കണ്ണിൽ നിന്നും ഒഴുകിയ കണ്ണുനീർ വികൃതിരാമന്റെ മുഖത്ത് ഇറ്റിറ്റു വീണു. കിണ്ടിയിൽ ചൂടുള്ള പാലുമായി ഉണ്ണികളുടെ അമ്മ അവന്റെ അടുക്കിലേക്ക് വന്നു. അവളുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പിയിരുന്നു. അച്ഛൻ നമ്പൂതിരി പാൽ വാങ്ങി അവന്റെ വായിൽ ഇറ്റിറ്റായി ഒഴിച്ചു കൊടുത്തു. അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അദ്ദേഹം സ്നേഹപൂർവ്വം വിളിച്ചു, വികൃതിരാമ. നാളുകൾ തെല്ലുകഴിഞ്ഞു. വികൃതിരാമന്റെയും ഉണ്ണികളുടെയും ക്ഷീണമെല്ലാം മാറി. വികൃതിരാമൻ ഇന്ന് ഇല്ലത്തെ കണ്ണിലുണ്ണിയാണ്. മനക്കിലെ സന്തതികളായ നീലാണ്ടനെയും വാസുദേവനെയും രക്ഷിച്ചത് അവനാണ്. ആ കൊച്ചു കുരങ്ങൻ. അവൻ അവരുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിലോ?
അച്ഛൻ നമ്പൂതിരിക്കും ഉണ്ണികളുടെ അമ്മയ്ക്കും അത് ആലോചിക്കാൻ കൂടി കഴിഞ്ഞില്ല. കാട്ടിലെ അനുഭവങ്ങൾ ഓർത്ത് ഉണ്ണികൾ ഇടയ്ക്കിടെ ഞെട്ടിപ്പോകാറുണ്ട്. വികൃതരാമന് മാത്രം യാതൊരു ഈർഷ്യയുമില്ല. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് അവന്റെ നടത്തം. കൂസലില്ലാതെ അവൻ അവൻ കുസൃതികൾ തുടർന്നു. പോരാത്തതിന് ഇപ്പോൾ അവന് നല്ല സ്വാതന്ത്ര്യമുണ്ട്. ആരും അവനെ ദേഷ്യപ്പെടാറില്ല. വികൃതരാമനും മനയ്ക്കിലെ അടുക്കള വരെ ഇന്ന് സ്വാതന്ത്ര്യമുണ്ട്. രാവിലെ അടുക്കള തളത്തിൽ ഉണ്ണികളുടെ അമ്മ 4 ഇലച്ചീന്തുകളും 4 പലകയും നിരത്തി വയ്ക്കും. ഇഡലി വിളമ്പാൻ അച്ഛൻ നമ്പൂതിരിയും വാസുദേവനും നീലാണ്ടനും ഇരിക്കും. തൊട്ടപ്പുറത്ത് വികൃതരാമനും. അവൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അടുക്കളയിൽ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കെ വികൃതരാമൻ സധൈര്യം അവിടെ പ്രവേശിച്ച് കാച്ചിയ 2-3 പപ്പടം എടുക്കും. ഉണ്ണികളുടെ അമ്മ ദേഷ്യപ്പെടാറില്ല. അശ്രീകരം ഒക്കെ അശുദ്ധമാക്കി എന്ന് പറയാറില്ല. വികൃതരാമനല്ലേ, തൻ്റെ പൊന്നോമനകളെ രക്ഷിച്ച വികൃതരാമനല്ലേ. അവരൊന്ന് പുഞ്ചിരിക്കും. എന്നിട്ട് പറയും, മതിയാവോളം തിന്നോട്ടോ വികൃതരാമ, മതിയാവോളം തിന്നോ. തീറ്റക്കൊതിയനായ നീലാണ്ടന് വികൃതരാമനോട് ഇടയ്ക്കൊക്കെ അസൂയ തോന്നാറുണ്ട്. നീലാണ്ടന്റെ പരാതി ഇതാണ്. അച്ഛനും അമ്മയ്ക്കും കൂടുതൽ ഇഷ്ടം വികൃതരാമനെയാണ്. പിന്നെ എങ്ങനെ അസൂയ തോന്നാതിരിക്കും? അസൂയ സഹിക്കാൻ വയ്യാതാകുമ്പോൾ നീലാണ്ടൻ ഏട്ടന്റെ അടുത്തേക്ക് ചെന്ന് പറയും, ഇത് കണ്ട ഏട്ടാ, ആ മൊശകുടൻ വികൃതരാമനെ അതാ നേന്ത്രപ്പഴം അങ്ങനെ മുറക്കിരുന്ന് തിന്നണോ. വാസുദേവൻ അങ്ങോട്ട് നോക്കി പറയും, അവൻ തിന്നോട്ടെ, വികൃതരാമൻ ഇല്ലായിരുന്നു വെച്ചാ നീ ആ കാട്ടുമനുഷ്യന്റെ വയറ്റിൽ എത്തിയായിരുന്നു. നീലാണ്ടൻ ഇളിഫ്യനായി മടങ്ങും. ഒരു ദിവസം ഇല്ലത്തെ ഒരു കുടിയാൻ ഒരു ഊക്കൻ കുല നേന്ത്രപ്പഴം കാഴ്ചയായി കൊണ്ടുവന്നു. പൂമുഖത്ത് പഴക്കുല വെക്കേണ്ട താമസം. വികൃതരാമൻ ഒരു പഴം ഉരിഞ്ഞെടുത്തു തീറ്റ ആരംഭിച്ചു. നീലാണ്ടനും തോന്നി, ഒന്നെടുത്താലെന്താ. മൂപ്പരും ഒന്ന് ഉരിഞ്ഞെടുത്തു. കൊണ്ടുവന്നിങ്ങോട്ട് വെച്ചപ്പോഴേക്കും തിന്നാൻ വൈകി. ആർത്തിപ്പണ്ടം. അച്ഛൻ നമ്പൂതിരി നീലാണ്ടനെ ദേഷ്യപ്പെട്ടു. അവൻ പഴം താഴെ വെച്ചു. തിന്നാൻ ധൈര്യം വന്നില്ല. അപ്പോൾ വികൃതരാമനെടുത്തല്ലയോ, എനിക്കെടുത്താലെന്താ? നീലാണ്ടന്റെ ചോദ്യം അതായിരുന്നു. അച്ഛൻ നമ്പൂതിരിക്ക് ശുണ്ടി വന്നു. നീലാണ്ടന്റെ തർക്കുത്തരം കേട്ടിട്ട്. ആ ആ ആ വികൃതരാമൻ എടുക്കാന്ന് വെച്ചാ നിനക്ക് എടുക്കോ? ഉവ്വോ, നീ പെരുമ്പാമ്പിന്റെ വായിൽ പെട്ടപ്പോ അവിടെ കിടന്ന് എരുമ അലറണ മാതിരി അലറിയില്ലേ? നിന്നങ്ങട് പുറത്തേക്ക് തോണ്ടിയെടുക്കാൻ ഈ നിക്കണ വികൃതരാമനല്ലേ പറ്റുള്ളൂ. അച്ഛൻ നമ്പൂതിരി ദേഷ്യത്തോടെ നീലാണ്ടനെ നോക്കി പറഞ്ഞു. നീലാണ്ടന് കരച്ചിൽ വന്നു. എങ്ങനെ വരാതിരിക്കും? അച്ഛൻ ഇത്രമാത്രം പക്ഷാഭേദം കാണിക്കാമോ? നീലാണ്ടൻ വികൃതരാമനെ നോക്കി. അവൻ സുഖമായി നേന്ത്രപ്പഴം തിന്നുകയാണ്. ഓടിച്ചെന്ന് അവന്റെ തലമണ്ടയ്ക്ക് ഒരു കിഴുക്ക് വെച്ചു കൊടുക്കാൻ തോന്നി നീലാണ്ടന്. കിഴുക്കിയാൽ രക്ഷ പോരാ, വികൃതരാമനിൽ നിന്ന് ഇങ്ങോട്ടും നല്ല സമ്മാനം കിട്ടും. അവന്റെ നഖത്തിന് നല്ല മൂർച്ചയുണ്ട്. പെരുമ്പാമ്പിന്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ച നഖങ്ങളാണ് അവൻ്റേത്. ദേഷ്യവും സങ്കടവും നിരാശയും അസൂയയും സഹിക്കാൻ വയ്യാഞ്ഞ് നീലാണ്ടൻ ഏട്ടൻ വാസുദേവനെ നോക്കി പറഞ്ഞു. ഏട്ടൻ ഒട്ടും ഉഷിരില്ല. ഇതാ കണ്ടില്ലേ, വികൃതരാമൻ പഴം മുറയ്ക്കങ്ങനെ തിന്നണു. കൊതിച്ചോളൂ, നോക്കി നിന്ന് കൊതിച്ചോളൂ. വാസുദേവൻ ഇത് കേട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അപ്പോഴും പരാജയം നീലാണ്ടന് തന്നെ. അങ്ങനെ ഇരിക്കെയാണ് ഓണം വന്നത്. അച്ഛൻ നമ്പൂതിരി എല്ലാവർക്കും ഓണപ്പുടവ കൊടുത്തു. കരയുള്ള ഒരു 1-ാം ക്ലാസ് മുണ്ട് വികൃതരാമനും. വാസുദേവനും നീലാണ്ടനും മുണ്ടു ചുറ്റി. വികൃതരാമനും മുണ്ടു ചുറ്റാൻ അറിഞ്ഞുകൂടാ. പാവം പരിഭ്രമിച്ചു നിന്നു. വാസുദേവൻ വികൃതരാമനും മുണ്ടു ചുറ്റിക്കൊടുത്തു. മുണ്ടു ചുറ്റിക്കഴിഞ്ഞപ്പോൾ വികൃതരാമൻ നടക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട്. പോരാത്തതിന് മുണ്ടിന് നല്ല വലിപ്പവും. കഷ്ടപ്പാട് ഏറെയുണ്ടെങ്കിലും നൃത്തം ചെയ്യുന്ന മട്ടിൽ അവൻ പതുക്കെ പതുക്കെ നടന്നു. ഇത് കണ്ട് നീലാണ്ടന്റെ ചിരി സഹിച്ചില്ല. അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. വികൃതരാമന് കലശലായ ദേഷ്യം വന്നു. വരാതിരിക്കുമോ? ഇത്രയ്ക്ക് പരിഹസിക്കാമോ? അവൻ മുണ്ടഴിച്ച് തോളിലിട്ടു. അരിശത്തോടെ നീലാണ്ടനെ ഒന്ന് നോക്കി. വികൃതരാമൻ ഇല്ലത്തെ തോട്ടത്തിലേക്ക് കുത്തനെ നടന്നു. നീലാണ്ടന് ഉള്ളിൽ ബഹു സന്തോഷം തോന്നി. വികൃതരാമനെ താൻ എളിഫനാക്കിയിരിക്കുന്നു. വാസുദേവനും നീലാണ്ടനും അവന്റെ പിന്നാലെ നടന്നു. വികൃതരാമൻ നേരെ ചെന്നത് തോട്ടത്തിലുള്ള ഒരു വലിയ പേരമരത്തിന്റെ അടുത്തേക്കാണ്. അവൻ പേരമരത്തിൽ ചാടിക്കയറി. മരത്തിനു തൊട്ടപ്പുറത്ത് കുളമാണ്. കുളത്തിലേക്ക് ഒരു വലിയ പേരക്കമ്പ് ചാഞ്ഞങ്ങനെ നിൽക്കുന്നു. അതിന്മേൽ നിറയെ പഴുത്ത പേരക്കായകളും. അവൻ ആ കൊമ്പിലിരുന്ന് പേരക്കായ ഇറുത്തെടുത്ത് തിന്നാൻ തുടങ്ങി. നീലാണ്ടന് വായിൽ വെള്ളം വന്നു. ശരിക്കും ഒരു കപ്പലോട്ടിക്കാനുള്ള അത്ര വെള്ളം. നീലാണ്ടൻ അപ്പോൾ തോന്നി, വികൃതരാമനെ പരിഹസിക്കേണ്ടായിരുന്നില്ല. വാസുദേവൻ പേരയ്ക്ക് കൈനീട്ടി. നീലാണ്ടനും. വികൃതരാമൻ ഒരു പഴം ഇറുത്തെടുത്ത് വാസുദേവൻ ഇട്ടുകൊടുത്തു. നീലാണ്ടൻ എളിഫ്യനായി താഴെ നിന്നു. അത്ര ക്ഷണം പരാജയം സമ്മതിച്ചു കൊടുക്കാൻ വയ്യ. നീലാണ്ടൻ മരത്തിന്മേൽ പൊത്തിപ്പിടിച്ചു കയറി. പഴുത്ത പേരയ്ക്കുള്ളത് വികൃതരാമൻ ഇരിക്കുന്ന കൊമ്പിൽ മാത്രമാണ്. മുകളിൽ ഒരു കൊച്ചു കൊമ്പിൽ പിടിച്ചുകൊണ്ട് നീലാണ്ടൻ ആ ചാഞ്ഞ കൊമ്പിൽ കൂടി നടന്നു. വികൃതരാമന്റെ ഏകദേശം അടുത്തെത്തി. പെട്ടെന്ന് വികൃതരാമൻ മേലെ കൊമ്പിലേക്ക് കയറി. നീലാണ്ടൻ നിന്നിരുന്ന ചാഞ്ഞ കൊമ്പ് മേലോട്ടും താഴോട്ടും ഇളകി. നീലാണ്ടൻ ദാ കിടക്കുന്നു താഴെ വെള്ളത്തിൽ. ഓണപ്പുടവയും നനഞ്ഞു. എല്ലാം നനഞ്ഞു. വാസുദേവൻ കരയ്ക്ക് നിന്ന് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. നീലാണ്ടൻ നീന്തി കരയ്ക്കെടുത്തു. കരഞ്ഞുകൊണ്ട്,
ഉള്ളിൽ ദേഷ്യം പതഞ്ഞു പൊങ്ങുകയാണ്. അച്ഛൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നെ വികൃതരാമൻ കുളത്തിലേക്ക് തള്ളിയിട്ടു, നീലാണ്ടൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. വികൃതരാമൻ തള്ളിയിടില്ല. അച്ഛൻ നമ്പൂതിരിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോഴേക്കും വാസുദേവനും വികൃതരാമനും അവിടെ എത്തി. കുടുകുടെ ചിരിച്ചുകൊണ്ട് വാസു നടന്നതെല്ലാം അച്ഛൻ നമ്പൂതിരിയെ പറഞ്ഞു കേൾപ്പിച്ചു. അച്ഛൻ നമ്പൂതിരിക്ക് ചിരി വന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വേണം നീലാണ്ടന്, അങ്ങനെ വേണം. ഇല്ലത്തെ കാര്യസ്ഥൻ ഗോവിന്ദന് വികൃതരാമനോട് ഈയിടെ വലിയ ദേഷ്യമാണ്. അതിന് മതിയായ കാരണവുമുണ്ട്. തരം കിട്ടുമ്പോഴൊക്കെ മനക്കിലെ മുതലുകളിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാൻ കാര്യസ്ഥൻ ശ്രമിക്കും. ഇല്ലം വക തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നാണ് മൂപ്പർക്ക് കൂടുതൽ തട്ടിയെടുക്കാൻ സാധിക്കാറുള്ളത്. വികൃതരാമൻ ഇല്ലത്തോടും അവിടുത്തെ ആളുകളോടും നന്ദിയുള്ളവനാണ്. തൻ്റെ സ്വന്തം ജീവനേക്കാളും അവൻ മനക്കിലെ ആളുകളെ സ്നേഹിക്കുന്നുണ്ട്. മനവക എന്തെങ്കിലും സാധനങ്ങൾ അപകരിക്കാൻ അറിഞ്ഞുകൊണ്ട് അവൻ ആരെയെങ്കിലും അനുവദിക്കുമോ? മനക്കിലെ തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്ന് മാസം തോറും തേങ്ങയിടാറുണ്ട്. പണിക്കാരെയും കൂട്ടി കാര്യസ്ഥൻ തോട്ടത്തിലേക്ക് പോകും. തേങ്ങയിടിക്കും. കുന്നുകുന്നായി തോട്ടത്തിന്റെ ഒരു ഭാഗത്ത് അവയെല്ലാം കൂട്ടിയിടും. കാര്യസ്ഥന് ഒറ്റുനിൽക്കുന്ന കുറേ പണിക്കാരുണ്ട്. അവരുടെ സഹായത്തോടെ ആ കൂട്ടിയിട്ട തേങ്ങയിൽ നല്ലൊരു ഭാഗം കാര്യസ്ഥൻ സ്വന്തം വീട്ടിലെത്തിക്കും. പതുക്കെ വിറ്റു കാശാക്കാമല്ലോ. ശുദ്ധനായ അച്ഛൻ നമ്പൂതിരി ഇതൊന്നും അറിയില്ല. കാര്യസ്ഥൻ നല്ല വിശ്വസ്തനാണെന്നാണ് അച്ഛൻ നമ്പൂതിരിയുടെ ധാരണ. ഒരു ദിവസം അത് സംഭവിച്ചു. തേങ്ങയിടുന്ന സമയത്ത് വികൃതരാമനും തോട്ടത്തിലുണ്ടായിരുന്നു. പണിക്കാർ തലച്ചുമടായി നാളികേരം ഇല്ലത്തെത്തിക്കുന്നത് നോക്കി അവൻ അവിടെ നിന്നു. അപ്പോഴാണ് വികൃതരാമൻ ആ രംഗം കണ്ടത്. തലച്ചുമടേന്തി ഏതാനും പണിക്കാർ വേലി ചാടി കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു. വേലിക്കപ്പുറം ഒരു കുണ്ടനിടവഴിയാണ്. അധികം ആരും കാണാതെ ചുമടുമേന്തി അതിലൂടെ നടക്കാം. നാളികേരം കാര്യസ്ഥന്റെ വീട്ടിൽ സൗകര്യമായി എത്തിക്കാം. കാര്യസ്ഥൻ കണ്ണും കലാശവും കാട്ടി പണിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വികൃതരാമൻ ഇത് കണ്ട് സഹിക്കുമോ? അവൻ പണിക്കാരുടെ മേൽ ചാടിക്കയറി അവരുടെ മുഖത്തും മുതുകത്തും മാന്തി. അവൻ ഉറക്കെ നിലവിളിച്ചു. കാര്യസ്ഥൻ ഒരു വടിയുമേന്തി വികൃതരാമന്റെ നേരെ ചെന്നു. അവൻ കാര്യസ്ഥന്റെ ചുമലിൽ കയറിയിരുന്നു. കാര്യസ്ഥന്റെ താടിയിൽ നല്ലൊരു തട്ടുകൊടുത്തു. കഴുത്തിൽ അസലൊരു മാന്തും. എന്നിട്ട് അവൻ താഴെയിറങ്ങി. അയ്യോ! കാര്യസ്ഥൻ നിലവിളിച്ചു. അസൽ വേദന, എങ്ങനെ നിലവിളിക്കാതിരിക്കും? നാളികേരം കുണ്ടനിടവഴിയിലും വേലിക്കും അപ്പുറത്തും ഇപ്പുറത്തുമെല്ലാം ചിന്നിച്ചിതറി കിടക്കുകയാണ്. കാര്യസ്ഥൻ പരിഭ്രമിച്ചു. ചുറ്റും നോക്കി. വികൃതരാമൻ തൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുന്നു. കാര്യസ്ഥൻ ദേഷ്യം സഹിക്കവയ്യാതെ പല്ലുറുമി. ഫലമില്ല. അയാൾക്കവന് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ആ കൊച്ചുകുരങ്ങൻ അതിബുദ്ധിമാനാണ്. തേങ്ങയെല്ലാം ഇല്ലത്തേക്ക് തന്നെ എത്തിക്കാൻ കാര്യസ്ഥൻ പണിക്കാരോട് പറഞ്ഞു. അവർക്ക് കാര്യസ്ഥനോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ഈ നശിച്ച കാര്യസ്ഥൻ കാരണം ഒരു കുരങ്ങന്റെ മാന്തും നുള്ളും ഏൽക്കേണ്ടി വന്നു. ആ കുരങ്ങൻ ഇല്ലത്തെ കണ്ണിലുണ്ണിയാണ്. അവനെ അവർക്ക് ഒന്നും ചെയ്യാനൊക്കുകയില്ല. പണിക്കാർ തേങ്ങയെല്ലാം ഇടവഴിയിൽ നിന്നും വേലിക്കപ്പുറത്തു നിന്നും പെറുക്കി തോട്ടത്തിലേക്ക് തന്നെ ഇടാൻ ഭാവിച്ചു. പെട്ടെന്ന് വികൃതരാമൻ അവരെ തടഞ്ഞു. അവർ അന്തം വിട്ടു നിന്നു. ഈ ഏർപ്പാട് എന്തിനാണാവോ എന്ന മട്ടിൽ. വരുന്നത് വരട്ടെ എന്ന മട്ടിൽ കാര്യസ്ഥൻ ഇല്ലത്തേക്ക് നടക്കാൻ ഭാവിച്ചു. 5-6 അടികൾ മുന്നോട്ട് വെച്ചില്ല. വികൃതരാമൻ കാര്യസ്ഥന്റെ മുന്നിൽ വന്ന് നിൽപ്പായി. ആരും അവിടെ നിന്ന് അനങ്ങിക്കൂടാ. അവന്റെ കൽപ്പനയാണിത്. അനുസരിക്കാതെ അവരെന്തു ചെയ്യും? അനുസരിച്ചില്ലെങ്കിൽ അവൻ അവരുടെ മേൽ ചാടി വീഴും, തീർച്ച. കാര്യസ്ഥൻ നിന്ന് വിയർക്കുകയാണ്. സമയം അങ്ങനെ നീങ്ങുന്നു. വികൃതരാമന് യാതൊരു ഇളക്കവുമില്ല. ഒരു കൊച്ചു ചെന്തെങ്ങിന്റെ തടിയിൽ ദേഹവും ചാരി അവൻ എങ്ങനെ നിൽക്കുകയാണ്. മണിക്കൂർ 1 കഴിഞ്ഞു. ഇല്ലത്തു വാസുദേവനും നീലാണ്ടനും വികൃതരാമനെ അന്വേഷിച്ചു നടക്കുകയാണ്. ഇടയ്ക്കൊക്കെ അസൂയ തോന്നാറുണ്ടെങ്കിലും നീലാണ്ടന് വികൃതരാമനെ കാണാതെ ഒരു നിമിഷമെങ്കിലും കഴിച്ചുകൂടാൻ വയ്യ. വികൃതരാമനെ തിരഞ്ഞ് അവർ തോട്ടത്തിലെത്തി. അതാ വികൃതരാമൻ നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് കരിമ്പന കുറ്റി പോലെ കാര്യസ്ഥനും, കുറച്ചപ്പുറത്ത് പണിക്കാരും. നീലാണ്ടൻ ഏട്ടന്റെ മുഖത്തു നോക്കി. ഒന്നും മനസ്സിലാകുന്നില്ല. എന്താ ഗോവിന്ദൻ അങ്ങനെ നിൽക്കണ? നീലാണ്ടൻ കാര്യസ്ഥനോട് ചോദിച്ചു. കാര്യസ്ഥൻ ഒന്നും മിണ്ടിയില്ല. എന്തു മിണ്ടാനാണ്? മൂപ്പർ താടിയൊന്ന് തടവി. കഴുത്തിന്റെ പിൻഭാഗം ഒന്നൊഴിഞ്ഞു. നല്ല വേദന. വാസുദേവന് ഏതാണ്ട് സംഗതിയൊക്കെ മനസ്സിലായി. വാസു കാര്യസ്ഥന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അയാൾ തല താഴ്ത്തി നിൽക്കുകയാണ്, താടിയും ഒഴിഞ്ഞുകൊണ്ട്. പൂവാ, ഇല്ലത്ത് പൂവാ. നീലാണ്ടൻ വികൃതരാമന്റെ ചുമലിൽ കൈവച്ചു പറഞ്ഞു. ഇല്ല, രാമന് യാതൊരു അനക്കവുമില്ല. അവൻ ഉറച്ചു നിൽക്കുകയാണ്. നീ ഇവിടെ നിന്നോ ട്ടോ നീലാണ്ട, ഞാൻ അച്ഛനെയും കൂട്ടിയിട്ടിപ്പോ വരാം. വാസു ഇല്ലത്തേക്കോടി. നോക്കും പൂവാട്ടോ വികൃതരാമ, നടക്കൂ, പൂവാ. നീലാണ്ടൻ വികൃതരാമന്റെ തോളിൽ കൈയിട്ട് അവനെ വിളിച്ചു. രാമൻ നീലാണ്ടനെ സസ്നേഹം നോക്കി അവിടെ തന്നെ നിന്നു. ഗോവിന്ദ, ഒരിളനീരിടിയിപ്പിച്ച് തരുവോ? നീലാണ്ടൻ കാര്യസ്ഥനോട് ചോദിച്ചു. ഏതായാലും തോട്ടത്തിൽ വെറുതെ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അല്പം തീറ്റയ്ക്ക് വട്ടം കൂട്ടി കളഞ്ഞാലെന്താ? നീലാണ്ടന്റെ ചിന്ത പോയത് ആ വഴിക്കാണ്.
കാര്യസ്ഥൻ ഇല്ലത്തെ തൂണുപോലെ അങ്ങനെ നിൽക്കുകയാണ്. അനക്കമില്ല. ഇളനീരിന്റെ കാര്യത്തിൽ തൽക്കാലം രക്ഷയൊന്നുമില്ലെന്ന് നീലാണ്ടനു മനസ്സിലായി. കുറച്ചു സമയത്തിനുള്ളിൽ അച്ഛൻ നമ്പൂതിരി വന്നു, ഒപ്പം വാസുവും. അച്ഛൻ നമ്പൂതിരി അവിടെയൊക്കെ ഒന്ന് നടന്നു നോക്കി. ദേഷ്യത്തോടെ ഗോവിന്ദനെ ഒന്ന് നോക്കി. അയാൾ തല താഴ്ത്തി നിൽക്കുകയാണ്, കഴുത്തിന്റെ പിൻഭാഗവും തടവിക്കൊണ്ട്. എന്നാലും ഗോവിന്ദൻ ഇങ്ങനെ ചെയ്യുമെന്ന് നിരീക്കുകയുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു. വികൃതരാമൻ അച്ഛൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് ചെന്നു നിന്നു. അദ്ദേഹം അവന്റെ പുറത്തും നെറുകയിലും തലോടിക്കൊണ്ട് പറഞ്ഞു, നീ ഒരു കൊച്ചു മിടുക്കൻ തന്നെയാണ് കേട്ടോ വികൃതരാമ. അച്ഛൻ നമ്പൂതിരി ഗോവിന്ദനെ ഒന്നുകൂടി നോക്കി. ഗോവിന്ദ, ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ നിന്നെ ഇല്ലത്തൂന്ന് പറഞ്ഞേക്കും, ഓർമ്മിച്ചോ. ഇപ്പോൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹം കാര്യസ്ഥനൊരു താക്കീത് നൽകി. അച്ഛൻ നമ്പൂതിരി ഇല്ലത്തേക്ക് നടന്നു. രാമനും ഉണ്ണികളും അദ്ദേഹത്തെ അനുഗമിച്ചു. വികൃതരാമനെ പച്ചയോടെ തിന്നുകളയും. കാര്യസ്ഥൻ ഗോവിന്ദന് അവനോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അച്ഛൻ നമ്പൂതിരിക്ക് തന്നിൽ വിശ്വാസമില്ലാതാക്കിയത് ഈ കുരങ്ങനാണ്, നശിച്ച കുരങ്ങൻ. വികൃതരാമൻ നശിക്കണം, അവനെ കൊല്ലണം. ഇതു മാത്രമായി കാര്യസ്ഥന്റെ ചിന്ത. അയാൾ അതിനുള്ള വഴികൾ ഓരോന്നാലോചിച്ചു. അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. രാമൻ മനക്കിലെ കണ്ണിലുണ്ണിയാണ്. അവനെ നശിപ്പിച്ചത് താനാണെന്നറിഞ്ഞാൽ അതിന്റെ ഫലം ഭയങ്കരമാണ്. രാമനെ ജീവിക്കാൻ അനുവദിച്ചാലോ അതിലേറെ വൈഷമ്യമുണ്ട്. അവൻ ഇല്ലത്തുള്ള കാലത്തോളം യാതൊന്നും അവിടെ നിന്ന് തട്ടിയെടുക്കാൻ ഒക്കില്ല, തീർച്ചയാണ്. വികൃതിരാമൻ ചാകണം, അല്ലാതെ രക്ഷയില്ല. സൂത്രത്തിൽ എങ്ങനെയെങ്കിലും അവനെ പിടിച്ചുകൊണ്ടു പോണം, കൊല്ലണം. അവന്റെ ശവം പോലും പുറത്തു കാണരുത്. അപ്പോൾ ഇല്ലത്തുള്ളവർ ധരിച്ചോളും വികൃതിരാമൻ എങ്ങോട്ടോ ഓടിപ്പോയെന്ന്. പക്ഷേ അവനെ എങ്ങനെ പിടികൂടും, എങ്ങനെ കൊല്ലും? കാര്യസ്ഥൻ ചിലത് ആലോചിച്ചുറച്ചു. അയാൾ തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള 2-3 പണിക്കാരെ ശട്ടം കെട്ടി. പിറ്റേ ദിവസം രാത്രിയാണത് നടന്നത്. വികൃതരാമൻ ഇല്ലത്തെ കയ്യാലയിൽ അവന്റെ വൈക്കോൽ കിടക്കയിൽ കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് അവൻ ഞെട്ടിയുണർന്നു. ഘനമുള്ള ഒരു വലിയ തുണി അവന്റെ മേൽ വന്നു വീണിരിക്കുന്നു. അതവനെ ഒട്ടാകെ മൂടിയിരിക്കുകയാണ്. അവൻ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചു. തുണിയോടുകൂടി ആരൊക്കെയോ അവനെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. രാമൻ ഉറക്കെ നിലവിളിച്ചു. തെങ്ങിൻ തോപ്പിൽ നിന്നും അലയടിച്ചുയരുന്ന ആ വലിയ കാറ്റിൽ അവന്റെ ചെറിയ ശബ്ദം ആര് കേൾക്കാനാണ്? അവർ വികൃതരാമനെ ചുറ്റി വരിഞ്ഞു. അവനെയും എടുത്തുകൊണ്ട് എങ്ങോട്ടോ നടന്നു. അവൻ ശ്വാസം കഴിക്കാൻ തന്നെ കഷ്ടപ്പെട്ടു. നെഞ്ചിനു ചുറ്റും വലിയ ഒരു കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ശരിയായി ഒന്ന് ശ്വാസം കഴിക്കാനെങ്കിലും സാധിച്ചെങ്കിൽ. തനിക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം ഇത്രയും കാലം അവൻ സ്നേഹിച്ചു, ആത്മാർത്ഥമായി സേവിച്ചു. ഇല്ലത്തെ ഉണ്ണികളെ അവൻ പല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തി. ഇപ്പോൾ അവൻ ഏറ്റവും വലിയ ഒരാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവനെ രക്ഷിക്കാൻ ആരുമില്ലേ? കാര്യസ്ഥൻ ഗോവിന്ദന്റെ ആൾക്കാർ അവനെയും കൊണ്ട് ചെന്നത് നേരെ കാര്യസ്ഥന്റെ വീട്ടിലേക്ക് തന്നെയാണ്. കാര്യസ്ഥൻ അവരുടെ വരവും കാത്ത് ഉമ്മറത്ത് അങ്ങനെ നിൽക്കുകയാണ്. എന്തായി? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു. പണിക്കാർ ഒന്നും മിണ്ടിയില്ല. അവർ തങ്ങളുടെ ചുമട് താഴെയിട്ടു. തന്റെ വാരിയെല്ലുകൾ നുറുങ്ങിപ്പോവുകയാണ് എന്ന് വികൃതരാമന് തോന്നി. അപ്പുറത്തേക്ക് കൊണ്ടുപോവാൻ നല്ലത്. ആ വിറകുപുരയിൽ ഇട്ടിട്ട് അവന്റെ പണി കഴിക്കാം. കാര്യസ്ഥൻ തന്നെയാണത് പറഞ്ഞത്. അയാളുടെ സ്വരത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞിരുന്നു. വീണ്ടും അവരവനെ പൊക്കിയെടുത്തു വിറകുപുരയിൽ കൊണ്ടുപോയി വച്ചു. വികൃതരാമൻ കണ്ണടച്ചു കിടന്നു. മരിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല. അവന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ആ കണ്ണുനീർ ആരു കാണാനാണ്? കട്ടിയുള്ള ആ തുണിക്കുള്ളിലൂടെ അവൻ പുറത്തേക്ക് നോക്കി. ഒരു ചെറിയ വെളിച്ചത്തിന്റെ മങ്ങിയ രൂപം മാത്രം കാണാം. ഒന്നും വ്യക്തമാകുന്നില്ല. എങ്കിലും കാര്യസ്ഥന്റെ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞു. കാട്ടുമനുഷ്യനേക്കാൾ ക്രൂരനാണ് അയാൾ. രാമന്റെ ഹൃദയം പിടച്ചു. ശ്വാസം മുട്ടുകയാണ്. അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ അവൻ കൊല്ലപ്പെടാൻ പോവുകയാണ്. അച്ഛൻ നമ്പൂതിരിയുടെ വികൃതരാമ എന്ന വിളി കാതുകളിൽ വന്നു മുഴങ്ങുന്നതായി രാമന് തോന്നി. വാസുവും നീലാണ്ടനും അവരുടെ അമ്മയും സ്നേഹപൂർവ്വം അവനെ വിളിക്കുന്നതായി തോന്നി. വികൃതരാമ. മരിക്കാൻ പോവുകയാണ്. വികൃതരാമൻ കണ്ണുമടച്ച് അനക്കമില്ലാതെ കിടന്നു. കാര്യസ്ഥൻ ഗോവിന്ദന് ഒരു സംശയം. വികൃതരാമനെ കൊന്നതിനു ശേഷം എന്തു ചെയ്യണം? എന്തായാലും ഉടൻ തീരുമാനിക്കേണ്ടതുണ്ട്. നേരം പ്രകാശമാകാൻ ഇനി കുറച്ചേയുള്ളൂ. പ്രകാശമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. രാമനെ ഒരിടത്ത് കുഴിച്ചിടാം. പണിക്കാർ നിർദ്ദേശിച്ചത് അതാണ്. അതുവയ്യ. കാരണം കുഴി കുഴിക്കുമ്പോൾ ശബ്ദം കേൾക്കും. ആളുകൾ ഉണരും. അത് അപകടമാണ്. കാര്യസ്ഥൻ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. പെട്ടെന്നാണ് കാര്യസ്ഥന് തോന്നിയത്, രാമനെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലെ കിണറ്റിൽ തള്ളിയിടാം. പറമ്പ് തൻ്റേതല്ല, അതുകൊണ്ട് ആരും തന്നെ സംശയിക്കുകയുമില്ല. വികൃതരാമൻ അബദ്ധത്തിൽ കിണറ്റിൽ വീണ് ചത്തുപോയതാണ് എന്ന് ഇല്ലത്തുള്ളവർ ധരിച്ചോളും. നമുക്കിവനെ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ കിണറ്റിൽ തള്ളിയിടാം, കാര്യസ്ഥൻ പതുക്കെ പറഞ്ഞു. പണിക്കാർ അവനെ വീണ്ടും പൊക്കിയെടുത്തു. കാര്യസ്ഥനും പണിക്കാരും തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്ക് നടന്നു. വലിയൊരു പറമ്പാണത്. ഒരു മൂലയിലാണ് കിണർ. അവർ കിണറ്റിനരികെ എത്തി. കാര്യസ്ഥൻ എല്ലാ വശങ്ങളും ആലോചിക്കുന്ന കൂട്ടത്തിലാണ്.
വികൃതരാമനെ കെട്ടിയിരിക്കുന്ന ആ കെട്ടോടുകൂടി അവനെ കിണറ്റിലിട്ടാലോ? കാര്യസ്ഥൻ ആലോചിച്ചു. അതാപത്താണ്. എഴുത്താശ്ശന്റെ വീട്ടുകാർ രാവിലെ വെള്ളം കോരാൻ വരുമ്പോൾ അവൻ ചത്തുപൊങ്ങി കിടക്കുന്നത് കാണും. അവനെ ആരോ പിടിച്ചു കെട്ടി കിണറ്റിലെറിഞ്ഞതാണെന്ന് ക്ഷണം ആളുകൾക്ക് മനസ്സിലാകും. വികൃതരാമന്റെ ശത്രു ആരാണെന്ന് ഇല്ലത്തുള്ളവർക്ക് ഒരുവിധമൊക്കെ അറിയാം. കെട്ടോടുകൂടി രാമനെ കിണറ്റിലെറിയുന്നത് എന്തായാലും അപകടമാണ്. കെട്ടഴിക്ക്, കാര്യസ്ഥൻ പണിക്കാരോട് പറഞ്ഞു. അവരവനെ ചുറ്റി വരിഞ്ഞിരുന്ന തുണി അഴിച്ചു മാറ്റാൻ തുടങ്ങി. അവൻ ഓടിപ്പോവാണ്ട് നോക്കണം. കെട്ടഴിക്കലും കിണറ്റിലേക്ക് തള്ളലും ഒപ്പം വേണം, കാര്യസ്ഥൻ പെട്ടെന്ന് പറഞ്ഞു. വികൃതരാമൻ ഓടിപ്പോകുമോ എന്ന് സംശയിക്കുകയാണ് കാര്യസ്ഥൻ. പാവം വികൃതരാമൻ, അവനൊന്ന് അനങ്ങാൻ പോലും കെൽപ്പില്ല. ശരീരത്തിലെ ചോരയോട്ടമെല്ലാം മരവിച്ചിരിക്കുകയാണ്. ക്ഷണം പണിക്കാർ രാമന്റെ കെട്ടഴിച്ചു മാറ്റി. രാമൻ എഴുന്നേറ്റില്ല. കാലും കൈയും നിവരുന്നില്ല. എന്തു ചെയ്യും? കാര്യസ്ഥൻ ഒട്ടും താമസിക്കാതെ വികൃതരാമനെ കിണറ്റിലേക്ക് പിടിച്ചു തള്ളി. രാമൻ ദയനീയമായി നിലവിളിച്ചു. കാര്യസ്ഥന്റെ ഒതുക്കിപ്പിടിച്ച ചിരിയിൽ രാമന്റെ കരച്ചിൽ പുറത്തു കേട്ടതേയില്ല. ബ്ലും! വികൃതരാമൻ കിണറ്റിൽ വീണ ശബ്ദവും ശ്രദ്ധിച്ചു. കാര്യസ്ഥനും പണിക്കാരും ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. തന്റെ ശത്രു നശിച്ചിരിക്കുന്നു. താനവനെ നശിപ്പിച്ചിരിക്കുന്നു. കാര്യസ്ഥന്റെ മനസ്സ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അയാൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. പണിക്കാർ അവരുടെ താമസ സ്ഥലത്തേക്കും. വികൃതരാമൻ ഒരു മരണപരാക്രമത്തോടെ കിണറ്റിൽ ചെന്ന് വീണു. രണ്ടാൾക്ക് വെള്ളമുണ്ട് കിണറ്റിൽ. അവൻ പെട്ടെന്ന് കിണറ്റിനടിയിലേക്ക് താണു. അവൻ കൈയും കാലും ഇളക്കി തുഴഞ്ഞു മേൽപോട്ട് പൊന്തുവാൻ ശ്രമിച്ചു. വല്ലാത്തൊരു മരവിപ്പ്. മരവിച്ചു പോയെങ്കിലും കൈയും കാലും സ്വതന്ത്രമായിരിക്കുന്നു. സർവശക്തിയും ഉപയോഗിച്ച് അവൻ മേൽപോട്ട് തുഴഞ്ഞു. ഒരുവിധം വെള്ളത്തിനു മുകളിൽ തലയുയർത്തി പിടിക്കാമെന്നായി. ശ്വാസം നേരെ വീണു. വികൃതരാമൻ പതുക്കെ പതുക്കെ തുഴഞ്ഞുകൊണ്ട് കിണറ്റിന്റെ ഒതുക്കുകല്ലുകളെ സമീപിച്ചു. അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു പോടെങ്കിലും കിട്ടുമോ എന്ന് പരതി. തപ്പിത്തടയുന്നതിനിടയ്ക്ക് അല്പം നീളമുള്ള ഒരു ഒതുക്കുകല്ല് അവന്റെ കയ്യിൽ തടഞ്ഞു. ഉടൽ മുഴുവൻ വെള്ളത്തിലും വലങ്കൈ ഒതുക്കുകല്ലിലും പിടിച്ച് അവൻ അങ്ങനെ നിന്നു. പ്രകാശമാകാൻ ഇനിയും എത്ര സമയം പിടിക്കും? കിണറ്റിനുള്ളിൽ വെളിച്ചം എത്തണമെങ്കിൽ നല്ലവണ്ണം പ്രകാശമാകണം. രാമൻ രക്ഷപ്പെടാനുള്ള വ്യഗ്രതയോടെ ചുറ്റും നോക്കി. വ്യക്തമായി ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇരുട്ടു മാത്രം. അവൻ കുറേ നേരം ആ നിൽപ്പിൽ നിന്നു. ദേഹം തണുത്തു മരവിക്കുകയാണ്. കൈയും കാലും തളരുകയാണ്. അവൻ മേലോട്ട് നോക്കി. ആകാശം വെളുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് ഒരു കയറും പാളയും കിണറ്റിലേക്ക് ഇറങ്ങി വരുന്നത് മങ്ങിയ വെളിച്ചത്തിൽ വികൃതരാമൻ കണ്ടു. അവൻ അതിന്മേൽ പിടികൂടി. കയർ അവനെയും കൊണ്ട് മേൽപോട്ടുയർന്നു. വെള്ളം കോരാൻ കയറും പാളയും കിണറ്റിലേക്കിറക്കിയ സ്ത്രീ. അവർ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ ഭാര്യയാണ്. അന്താളിച്ചു. കലശലായി അന്താളിച്ചു. ഒരു കൊച്ചു കുരങ്ങനുണ്ട് പാളയിൽ ചവിട്ടി കയറിൽ പിടിച്ച് അമ്പട എന്ന ഭാവത്തിൽ മേൽപോട്ട് വരുന്നു. അവർ ആ കുരങ്ങനെ ഒരു നിമിഷം നോക്കി. വികൃതരാമ! അവരിൽ നിന്നും ആശ്ചര്യസൂചകമായി ഒരു ശബ്ദമുയർന്നു. രാമൻ ഒരൊറ്റ ചാട്ടത്തിന് കരയിലെത്തി. ആ സ്ത്രീയെ അവൻ കൃതജ്ഞതാപൂർവം നോക്കി. വികൃതരാമൻ ഇല്ലത്തേക്ക് നടന്നു. ഇടയ്ക്കിടെ തണുത്തു വിറച്ചിരിക്കുന്ന അവന്റെ കാലുകൾ പരസ്പരം കൂട്ടിമുട്ടി. വികൃതരാമൻ ഇല്ലത്തെത്തി. അച്ഛൻ നമ്പൂതിരി ഉറക്കമുണർന്നു. പൂമുഖത്ത് അങ്ങനെ വന്നു നിൽക്കുകയായിരുന്നു. തണുത്തു വിറച്ചുകൊണ്ട് ദേഹം മുഴുവൻ ഇറ്റുവീഴുന്ന വെള്ളവുമായി വികൃതരാമൻ ഇല്ലത്തേക്ക് കയറി ചെല്ലുന്നത് കണ്ടപ്പോൾ അച്ഛൻ നമ്പൂതിരി വല്ലാതെ പരിഭ്രമിച്ചു. അദ്ദേഹം അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്തുപറ്റി രാമ, എന്തുപറ്റി? കിതച്ചുകൊണ്ട് അച്ഛൻ നമ്പൂതിരി ചോദിച്ചു. രാമൻ എങ്ങനെ മറുപടി പറയും? അവൻ മിണ്ടാൻ കഴിവില്ലാത്ത മൃഗമാണ്. അവൻ അച്ഛൻ നമ്പൂതിരിയുടെ മുഖത്തേക്ക് നോക്കി. തനിക്കെന്തോ പറയാനുണ്ടെന്ന ഭാവത്തിൽ. അച്ഛൻ നമ്പൂതിരിയുടെ മനസ്സിൽ പല ശങ്കകളും ഉദിച്ചു. വികൃതരാമനെ ആരോ ഉപദ്രവിച്ചതാണ്. അവന്റെ ശത്രു ആരാണെന്ന് അദ്ദേഹത്തിനറിയാം. അവൻ തളർന്നു പരവശനായി ഇരിക്കുകയാണ്. അച്ഛൻ നമ്പൂതിരിയുടെ മനസ്സിൽ പല ചിന്തകളും പാഞ്ഞുകയറി. രാത്രി വികൃതരാമൻ ഇല്ലത്തെ കയ്യാലയിൽ അവന്റെ വൈക്കോൽ കിടന്നുറങ്ങാൻ ചെല്ലുന്നത് അച്ഛൻ നമ്പൂതിരി കണ്ടതാണ്. നേരം നല്ലോണം വെളുക്കട്ടെ, എന്നിട്ട് അന്വേഷിക്കാം, അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അച്ഛൻ നമ്പൂതിരി വാസുദേവനെയും നീലാണ്ടനെയും വിളിച്ചുണർത്തി. അവരോട് പറഞ്ഞു, കണ്ടില്ലേ രാമൻ നിന്ന് വിറയ്ക്കണത്? അവൻ ആരോ എന്തൊക്കെയോ ചെയ്തൂന്ന് തോന്നുന്നു. ആ തോർത്തുമുണ്ടെടുത്ത് അവനെ ഒന്ന് തോർത്തിക്ക്. ഒരു കിണ്ടി പാല് തിളപ്പിച്ചു കൊടുക്കാൻ പറയും അമ്മയോട്. വാസു നീലാണ്ടനും പരിഭ്രമിച്ച് വികൃതരാമനെ നോക്കി. ശരിയാണ്, പാവം തണുത്ത് വിറയ്ക്കുകയാണ്. ദേഹത്തു നിന്നും വെള്ളം ഇറ്റിറ്റു വീഴുകയാണ്. വികൃതരാമന്റെ ദയനീയമായ നിൽപ്പ് കണ്ട് നീലാണ്ടന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞുപോയി. നേരം നല്ലവണ്ണം വെളുത്തു. കാര്യസ്ഥൻ ഗോവിന്ദൻ ഇല്ലത്തേക്ക് വരാറായിരിക്കുന്നു. ചൂടുള്ള പാൽ അകത്തു ചെന്നപ്പോൾ വികൃതരാമന്റെ ക്ഷീണം അല്പം മാറി. കാര്യസ്ഥന്റെ വരവ് നോക്കി അവൻ പൂമുഖത്തിണ്ണയിൽ അങ്ങനെ ഇരുന്നു. അവന്റെ ഉത്കണ്ഠയും ജാഗ്രതയും കണ്ട് അച്ഛൻ നമ്പൂതിരി സ്വയം പറഞ്ഞു, ഉണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാര്യസ്ഥൻ മുറ്റത്തു വന്നു കയറി. അയാൾ അലക്ഷ്യമായി പൂമുഖത്തിണ്ണയിലേക്കൊന്ന് നോക്കി. പെട്ടെന്ന് അയാളൊന്ന് ഞെട്ടി. കാര്യസ്ഥന് തല ചുറ്റുന്നതായി തോന്നി. തങ്ങൾ കിണറ്റിലെറിഞ്ഞു കൊന്ന വികൃതരാമനിത പൂമുഖത്തിണ്ണയിൽ സുഖമായിരിക്കുന്നു. കാര്യസ്ഥന്റെ പരിഭ്രമം അച്ഛൻ നമ്പൂതിരി സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. തന്റെ ശങ്ക അസ്ഥാനത്തായില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി.
വികൃതരാമൻ ഒരു നിമിഷം കാര്യസ്ഥൻ ഗോവിന്ദന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൻ കലി കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവൻ കാര്യസ്ഥന്റെ മേൽ ചാടി വീണു. ചുമലിൽ കയറിയിരുന്നു. അച്ഛൻ നമ്പൂതിരിക്ക് കാര്യമെല്ലാം മനസ്സിലായി. കാര്യസ്ഥൻ ഭയന്ന് വിറയ്ക്കുകയാണ്. അച്ഛൻ നമ്പൂതിരി രാമന്റെ മുതുകിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, "ഇങ്ങോട്ട് പോരു രാമാ." രാമൻ കാര്യസ്ഥന്റെ താടിക്ക് ഊക്കിനൊരു തട്ടുകൊടുത്തു. അയാളുടെ ചുമലിൽ നിന്നും താഴെ ഇറങ്ങി. അവൻ അച്ഛൻ നമ്പൂതിരിയുടെ അടുത്ത് ചെന്ന് നിന്നു. അച്ഛൻ നമ്പൂതിരി കാര്യസ്ഥനെ രൂക്ഷമായെന്ന് നോക്കി. ഉറച്ച സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, "ഗോവിന്ദൻ പൊക്കോളൂ, ഇനി ഇല്ലത്ത് വരണ്ട." ഗോവിന്ദൻ തലയും താഴ്ത്തി താടിയും തടവി നടന്നുപോയി. വികൃതരാമന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അച്ഛൻ നമ്പൂതിരി സ്നേഹപൂർവ്വം പറഞ്ഞു, "നീ എന്നും ജീവിച്ചിരിക്കും ട്ടോ വികൃതരാമ, നീ എന്നും ജീവിച്ചിരിക്കും." നാളുകൾ മുന്നോട്ട് നീങ്ങി. അച്ഛൻ നമ്പൂതിരി ആ ഇടയ്ക്കാണ് കിടപ്പിലായത്. കലശലായ പനി. അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ച 1 ആ ശരീരം വല്ലാതെ മെലിഞ്ഞു. പനി കൂടിക്കൂടി വരികയാണ്. അച്ഛൻ നമ്പൂതിരി ബോധമില്ലാതെ ഇടയ്ക്കൊക്കെ ഓരോന്ന് പറയും. ഇടയ്ക്ക് അദ്ദേഹം വികൃതരാമനെ വിളിക്കും, ഇടയ്ക്ക് നീലാണ്ടനെയും ഇടയ്ക്ക് വാസുവിനെയും വിളിക്കും. അമ്മാത്തു നിന്നും മറ്റും ബന്ധുക്കൾ ഇല്ലത്തെത്തി അച്ഛൻ നമ്പൂതിരിയെ കാണാനും ശുശ്രൂഷിക്കാനും. "അച്ഛൻ്റെ സൂക്കേട് മാറൂല്ലോ ഏട്ടാ?" കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് നീലാണ്ടൻ ചോദിച്ചു. "മാറും, വേഗം മാറും." വാസു അനുജനെ സമാധാനിപ്പിച്ചു. വാസുവും നീലാണ്ടനും അച്ഛൻ നമ്പൂതിരി കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലും. വികൃതരാമൻ അദ്ദേഹത്തിന്റെ തലയ്ക്കൽ ജനാലപ്പടിയിൽ ഇരിക്കുന്നുണ്ടാവും. പാവം, അവൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അച്ഛൻ നമ്പൂതിരി കിടപ്പായതിൽ പിന്നെ വയറു നിറയെ ആഹാരം കഴിക്കാൻ അവന് മനസ്സ് വരാറില്ല. ഇടയ്ക്ക് ബോധമറ്റവനെ പോലെ അച്ഛൻ നമ്പൂതിരി തളർന്ന സ്വരത്തിൽ വിളിക്കും, "വികൃതരാമ." രാമൻ ഉടൻ എഴുന്നേൽക്കും. അച്ഛൻ നമ്പൂതിരിയുടെ കട്ടിലിനരികെ ചെന്ന് നിൽക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ക്ഷീണിച്ച മുഖത്തവൻ ഉറ്റുനോക്കും. അവന് സംസാരിക്കാൻ വയ്യ, സ്നേഹിക്കാനേ അറിയാവൂ. പല വൈദ്യന്മാരും വന്ന് അച്ഛൻ നമ്പൂതിരിയെ ചികിത്സിച്ചു നോക്കി. ഭേദമില്ല. പലരും കൈയൊഴിഞ്ഞു. രാത്രി മുഴുവൻ ഉറക്കമിളച്ച് ഉണ്ണികളുടെ അമ്മ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. എല്ലാ സമയവും വികൃതരാമൻ അച്ഛൻ നമ്പൂതിരിയുടെ അടുത്തുണ്ടാകും. രാത്രി മുഴുവൻ അവൻ ഉറക്കമിളച്ചിരിക്കുന്നത് കണ്ട് ഉണ്ണികളുടെ അമ്മ സ്നേഹപൂർവ്വം ശാസിക്കും, "പോയി ഒന്ന് ഉറങ്ങിക്കൂടെ രാമ." രാമൻ അച്ഛൻ നമ്പൂതിരിയുടെയും ഉണ്ണികളുടെയും അമ്മയുടെയും മുഖത്ത് നോക്കി നിൽക്കും. തന്നെ അവിടെ നിൽക്കാൻ അനുവദിക്കണമെന്ന മട്ടിൽ. ആ രാത്രി വളരെ ഭയങ്കരമായിരുന്നു. തളർന്ന് വിവശനായ വികൃതരാമൻ കൺപോളകൾ തന്നെത്താൻ അടഞ്ഞു പോവുകയായിരുന്നു. പെട്ടെന്ന് അവൻ ഞെട്ടിയുണർന്നു. ഉണ്ണികളുടെ അമ്മ വിതുമ്പി കരയുകയാണ്. മുറിയിലാകെ ആളുകൾ കൂടി നിൽക്കുന്നു. അവൻ അച്ഛൻ നമ്പൂതിരിയുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം ഉറങ്ങുകയാണോ? അദ്ദേഹത്തിന്റെ കണ്ണുകൾ പാതി അടഞ്ഞിട്ടുണ്ട്. ആ ചുണ്ടുകൾ അപ്പോഴും പുഞ്ചിരി തങ്ങി നിന്നിരുന്നു. ഇനി ഒരിക്കലും ആ ചുണ്ടുകൾ ചലിക്കില്ല. ഇനി ഒരിക്കലും ആ ചുണ്ടുകൾ വികൃതരാമ എന്ന് വിളിക്കുകയില്ല. സംഭവിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയോ സംഭവിക്കുകയാണ്. വികൃതരാമൻ പകച്ചു നിന്നു. അമ്മയുടെ നിലവിളി കേട്ട് വാസുദേവനും നീലാണ്ടനും ഞെട്ടിയുണർന്നു. അവർ അച്ഛൻ്റെ മുറിയിലേക്ക് ഓടി. രംഗം കണ്ട് രണ്ടുപേരും ഉറക്കെ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അച്ഛൻ നമ്പൂതിരിയുടെ ശരീരം നിലത്തിറക്കി. വിവരമറിയിക്കാൻ ഇല്ലത്തുനിന്ന് ആളുകൾ 4 ഭാഗത്തേക്കും പാഞ്ഞു. സമയം ഇഴഞ്ഞു നീങ്ങി. പെട്ടെന്ന് ഉണ്ണികളും വികൃതരാമനും ഒന്ന് ഞെട്ടി. ഒരു ഊക്കൻ മരം താഴെ വീഴുന്ന ശബ്ദം. മാവ് താഴെ വീഴുകയാണ്. അച്ഛൻ നമ്പൂതിരിയുടെ ശരീരം സംസ്കരിക്കാനുള്ള വിറക്. സമയം പിന്നെയും കഴിഞ്ഞു. അച്ഛൻ നമ്പൂതിരിയെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്മശാനത്തിലെത്തി. അദ്ദേഹത്തിന്റെ ശരീരം അവിടെ താഴെ വെച്ചു. ചന്ദനമുട്ടികൾ ചുറ്റും നിരത്തി വെച്ചു. മുകളിൽ വിറകും. ആ സ്നേഹമുള്ള മനുഷ്യന്റെ ശരീരം ചാമ്പലാകാൻ പോവുകയാണ്. വാസുദേവനും നീലാണ്ടനും വാവിട്ടു കരഞ്ഞു. നീലാണ്ടൻ വികൃതരാമനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. നീലാണ്ടന്റെ വിചാരം വികൃതരാമന് അച്ഛനെ രക്ഷിക്കുവാൻ സാധിച്ചേക്കും എന്നായിരുന്നു. രാമൻ പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവനിപ്പോൾ നിസ്സഹായനാണ്. തികച്ചും നിസ്സഹായകൻ. കണ്ണിൽ വെള്ളം നിറച്ച് അവൻ അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. തീ ആളിക്കത്തി. നിമിഷങ്ങൾ മുന്നോട്ടു നീങ്ങി. ആ ശരീരം കത്തി അമരുകയായിരുന്നു. അവസാനം കുറേ കനൽക്കട്ടകളും ചാരവും അവിടെ ബാക്കി നിന്നു. കുറച്ചവശിഷ്ടങ്ങളും. വാസുദേവൻ നീലാണ്ടനെയും കൂട്ടി ആ തീക്കുണ്ടത്തിനടുത്തേക്ക് ചെന്നു. അതിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് അവൻ പൊട്ടിക്കരഞ്ഞു. വികൃതരാമനും ആ തീക്കുണ്ടത്തിലേക്ക് ചെന്നു. ഉണ്ണികൾ ചെയ്തതുപോലെ അവനും കുമ്പിട്ട് കിടന്നു. അവൻ തലയുയർത്തി ആ എരിയുന്ന കനൽക്കട്ടകളിൽ നോക്കി. അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ മണ്ണിൽ അടർന്നു വീണു.